നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച് സമഗ്ര നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുന്നു എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള കമ്മീഷനല്ല ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള സമിതി. ഹേമ കമ്മീഷനല്ല, ഹേമ കമ്മിറ്റിയാണ് എന്നും അഡ്വക്കേറ്റ് സതീദേവി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ വെക്കാനുള്ള ബാധ്യത സർക്കാരിനില്ല എന്നും സതീദേവി അറിയിച്ചു. അടൂർ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യമാക്കാമെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പരസ്യമാക്കിക്കൂടാ എന്ന് WCC ചോദിച്ചു. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള അന്വേഷണ കമ്മീഷനല്ല ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിലുള്ള സമിതിയെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. അതുകൊണ്ട് തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കേണ്ട സാഹചര്യമില്ല. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം സജ്ജമാക്കിയിട്ടുള്ള ഒരു കമ്മീഷനല്ല. അതുകൊണ്ട് തന്നെ ആ കമ്മീഷന്റെ റിപ്പോർട്ട്, ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, കമ്മീഷനല്ല കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിയമസഭയിൽ പ്ലേസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കാൻ 3 അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിയന്ത്രണവും നിരീക്ഷണവും ആവശ്യമാണ്. ചൂഷണം തടയാൻ സമഗ്ര നിയമനിർമ്മാണത്തിന് സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് വനിതാ കമ്മീഷൻ മനസ്സിലാക്കുന്നത്. സിനിമാ മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാനും അതിനെ റെഗുലേഷൻ നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു നിയമം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇന്റേണൽ കംപ്ലൈൻമെന്റ് കമ്മിറ്റി എല്ലാ സിനിമാ നിർമ്മാണ കമ്പനികളും നിർബന്ധമായും രൂപീകരിക്കണം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ തൊഴിലിടം പ്രദാനം ചെയ്യുന്നതിന് പോഷ് ആക്ട് നടപ്പിലാക്കാനുള്ള നിർബന്ധിതമായ സാഹചര്യം സിനിമാ കമ്പനികൾക്ക് മുൻപിൽ ഉണ്ടാകണമെന്നും WCC ആവശ്യപ്പെട്ടു. WCC എന്ന രീതിയിൽ നമ്മുടെ വർക്ക് പ്ലേസിൽ എത്ര നമുക്ക് സേഫ് ആക്കാൻ പറ്റും ഈ ഇൻഡസ്ട്രീനെ, അതിൽ നോക്കുമ്പം ആക്ച്വലി ആസ് പെർ ലോ പോഷ് കംപ്ലയൻസ് ആണ് അതിനെ ഏറ്റവും കൂടുതൽ നിർബന്ധിതമാക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ കമ്പനീസ് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതെന്നുള്ളതാണ്. അതായത് ഒരു പോഷ് കംപ്ലയൻസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് പ്ലേസ് എന്താണ് എന്നുള്ളതും എംപ്ലോയർ എന്താണ് എന്നുള്ള ഡെഫിനിഷൻസ് മുതൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്താ പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ രീതി ഓഫ് റിഡ്രസൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇത് സുപ്രീം കോർട്ട് ഉത്തരവ് പ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാമെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയാത്തത് എന്താണ് എന്ന് WCC ചോദിച്ചു. ഇതും മറ്റതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അടൂർ കമ്മീഷൻ റിപ്പോർട്ട് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അത് പബ്ലിക് ആക്കാമെന്നും ഇത് പബ്ലിക് ആവേണ്ടതില്ല എന്നും പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് എനിക്കത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് കൂടിക്കാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നടി പാർവതി തിരുവോത്ത് വ്യക്തമാക്കി. എല്ലാ രീതിയിലുള്ള ഒരു മൂവ്മെന്റും നീക്കങ്ങളും കമ്മീഷന്റെ അടുത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു വളരെയധികം വിശ്വാസം തന്നെ നമുക്കുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വേറെ മിനിസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് വി വിൽ ബി ഏബിൾ ടു സീ ഒരു ഗ്രൂപ്പായിട്ടുള്ള തന്നെ ഒരു എന്താ പറയുക ഒരു എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്രഷറിൽ നിന്നാണ് ഈ മാറ്റം വരിക എന്നുള്ളത് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. പാർവതിക്ക് പുറമെ ദീദി ദാമോദരൻ, സംവിധായിക അഞ്ജലി മേനോൻ, പത്മപ്രിയ തുടങ്ങിയവർ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വനിതാ കമ്മീഷനുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ കോഴിക്കോട്. വിഷയത്തിൽ നമ്മോടൊപ്പം ദീദി ദാമോദരൻ, ഭാഗ്യലക്ഷ്മി, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് സതീദേവി ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ലിബർട്ടി ബഷീർ പ്രൊഡ്യൂസർ. ആദ്യം ശ്രീമതി ദീദി ദാമോദരൻ, ഒരു ആക്ടിനെ കുറിച്ച് പറയുന്നു, സതീദേവി പറയുന്നു. മാത്രമല്ല കഴിഞ്ഞ സാംസ്കാരിക മന്ത്രി അത്തരത്തിലുള്ള നീക്കങ്ങൾ ചിലത് നടത്തിയിരുന്നു. പിന്നീട് കോവിഡ് വന്നതുകൊണ്ട് തൽക്കാലം വ്യവസായം ഉണ്ടെങ്കിലല്ലേ വ്യവസായത്തിലെ പ്രശ്ന പരിഹരിക്കുന്ന ആക്ട് ഉണ്ടാകേണ്ടതുള്ളൂ എന്ന് കരുതിയിട്ടാണ് 2 വർഷം നീട്ടിവെച്ചിട്ടുള്ളത് എന്നാണ്. ഏതായാലും അങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ബിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ചർച്ചയിലൊരു ഔദ്യോഗികമായ ഒരു അറിയിപ്പായി നിങ്ങൾക്ക് കിട്ടിയോ? ഇന്നത്തെ ചർച്ചയിലുള്ള പ്രധാനമായിട്ടുള്ള പുതിയൊരു ഇൻഫർമേഷനാണ് ഈ കമ്മിറ്റിയും കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസവും. ഒരു ലീഗലി ബൈൻഡിങ് അല്ല, കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരേണ്ടതില്ല എന്നും ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് ഞാൻ ഡോക്ടർ ബിജുവായിട്ടും മറ്റേ ഷാജിയൻ കരുൺ സാറായിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെ പല കമ്മിറ്റികളുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഇതൊക്കെ പബ്ലിക് ഡോക്യുമെന്റ് ആവുകയും ഇതിന് മറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എല്ലാവരെ പോലെ നമ്മളും സംശയിക്കുമ്പോൾ ഇത് മാത്രം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് മാറ്റി നിർത്തപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പുറത്തു വരാത്തത് എന്നുള്ള സംശയ ദൂരീകരണത്തിനായിട്ട് വിളിച്ചതാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് പബ്ലിക് എക്സ്ചേഞ്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എങ്കിൽ അതില് പബ്ലിക്കിന് ആക്സസ് ഉണ്ടായിരിക്കണം എന്നാണ്. ഇതിന്റെ സ്വകാര്യ സ്വഭാവം ഒക്കെ മുൻനിർത്തി തന്നെ ആ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് വിക്ടിംസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് മുഖം ബ്ലർ ചെയ്തിട്ട് നമ്മൾ ന്യൂസ് സ്റ്റോറി കൊടുക്കാറുണ്ടല്ലോ, അതേപോലെ അത്രയേ ഉള്ളൂ ഇതില്. അങ്ങനെ എന്തെങ്കിലും പ്രയാസം സ്വകാര്യത വേണം എന്ന്
ഉണ്ടെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പെട്ടെന്ന് ഇങ്ങനെ മുൻ എക്സ് കൾച്ചറൽ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇത് അങ്ങനെ പുറത്തു വരേണ്ടതില്ല, ഗവൺമെന്റിന് അങ്ങനെ ഒരു ലീഗൽ ബൈൻഡിങ് ഇല്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പുതിയ അറിവാണ്. അതും ഇങ്ങനെ ഒരു സമയത്ത്. ഈ 2 കൊല്ലമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് CM-ന് കത്തെഴുതാറുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ റിപ്പോർട്ട് എന്താണ് പുറത്തു വരാത്തത്? ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ഉപകാരമായിരിക്കും. എന്തെങ്കിലും പബ്ലിക് ഡൊമൈനിൽ. അല്ല, ശ്രീമതി ദീദി ദാമോദരൻ, ഇത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല. പക്ഷേ നിയമസഭയിൽ വെക്കേണ്ട തരത്തിലുള്ള ഒരു എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട് അല്ല എന്നാണല്ലോ സതീദേവി പറയുന്നത്. അത് കൂടാതെ അതിന് ആക്സസ് ഇല്ല. നിങ്ങൾ ആര് റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് ട്രൈ ചെയ്താലും നിങ്ങൾക്ക് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് പുറത്ത് അറിയില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പബ്ലിക്കിന് ആക്സസ് ഇല്ല ഈ റിപ്പോർട്ടിന് മാത്രം. അല്ല, രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം സ്വാഭാവികമായും നമുക്ക് കരുതാവുന്നത്, അത് നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അടൂർ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലെ സാധാരണ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം ഈ ഇൻഡസ്ട്രിയെ എന്നത് സംബന്ധിച്ചുള്ള പഠനം, ഇത് ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് പരാതിയുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ പാർവതി തിരുവോത്ത് പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ FIR ഇടേണ്ടി വരും പലരുടെയും പേരിൽ. ഇത് അടൂർ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഒരു മേജർ ഒമിഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ജെൻഡർ പെർസ്പെക്റ്റീവ് തന്നെയാണ്. അത് ഫില്ല് ചെയ്യുന്നതാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള പുതിയ സിനിമ പോളിസി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും. കാരണം അടൂർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒമിഷൻസ് എന്താണോ അത് ഫുൾഫിൽ ചെയ്യുന്നതാണ്. അതെ, അതുകൊണ്ടാണ് ഇപ്പോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിശദീകരണം വരുന്നത്. ഈ അടൂരും ഹേമയും കൂടെ ചേർത്ത് ഒരു അതോറിറ്റി രൂപീകരിക്കുക എന്ന്. ഇതിന്റെ പ്രശ്നം അതുമല്ല. ഇതില് ഒഴിച്ച് മാറ്റി നിർത്താവുന്ന കാര്യങ്ങൾ, അതായത് ഈ സ്വകാര്യ സ്വഭാവമുള്ള ടെസ്റ്റിമോണിയലുകൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് വെക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കോൺട്രാക്ടിന്റെ കാര്യമുണ്ട്. എനിക്ക് ഒരു ദിവസം ആദ്യം എന്റെ മൊഴി എടുക്കാനും പിന്നെ അത് എനിക്ക് വായിച്ചു തരാനുമായിട്ട് 2 ദിവസമാണ് ഞാൻ കമ്മിറ്റിയുടെ മുമ്പാകെ പോയത്. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത് ആന്റി വുമൺ ആയിട്ടുള്ള എലിമെന്റുള്ള തിരക്കഥകളെ പറ്റിയാണ്. അതെങ്ങനെയാണ് സെൻസർ ബോർഡിൽ എൻഡോസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അത് വളരെ കാര്യമായിട്ട് അവർ നോട്ട്സ് എടുക്കുകയും പിന്നെ ഞാൻ അടുത്ത ദിവസം അവിടെ പോകുമ്പോൾ അതിനെ പറ്റി അവരെനിക്ക് വായിച്ച് കേൾപ്പിച്ചു തരികയും അത് പല കറക്ഷൻസ് വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ വിവിധ ആസ്പെക്ട്സ് ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അവര് അതൊക്കെ കൃത്യമായിട്ട് നോട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ഡെഡ്ലൈനും ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറല്ല എന്നുള്ളതാണ്. ഗവൺമെന്റ് ഈ റിപ്പോർട്ട് പുറത്തുവിടുകയാണ് എങ്കിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ആക്ടിലേക്ക് ഗവൺമെന്റിന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അനൗപചാരികമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ മടങ്ങിയെത്താം ശ്രീമതി ദീദി. ഹരീഷ്, എന്തുകൊണ്ടാണ് നേരത്തെ ദീദിയും WCCയും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഒരു പബ്ലിക് മണി ഉപയോഗിച്ച് എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമുള്ള ഒരു ബൈൻഡിങ് ആയിട്ടുള്ള അന്വേഷണം നടത്താതെ വെറും ഒരു കമ്മിറ്റി റിപ്പോർട്ടിന് കോടികളും ലക്ഷങ്ങളും ചെലവാക്കുന്നത്? എന്താണത്? അത് തമ്മിൽ മനസ്സിലാകാത്ത എന്തോ കാര്യമുണ്ടോ? നികേഷ്, നമ്മളൊരു സംശയം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഫണ്ടമെന്റൽസിലേക്ക് പോകണം. അപ്പൊ നമ്മൾ രാജ്യത്തെ, സംസ്ഥാനത്തെ ഒക്കെ സർക്കാരുകളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തൊഴിലിടത്തിൽ സ്ത്രീകൾ പ്രത്യേകമായി പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒബ്സർവേഷൻ ഒരുപാട് പതിറ്റാണ്ടുകളായിട്ടുള്ളതും വിശാഖ കേസിന് ശേഷമാണ് സുപ്രീം കോടതി അതിനൊരു നിയമം ഈ രാജ്യത്തില്ല. അതായത് തൊഴിലിടത്തിൽ സ്ത്രീകൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജെൻഡർ ഈക്വാളിറ്റി അവർക്ക് കിട്ടാതിരിക്കുന്നതിലോ തൊഴിൽപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അത് അഡ്രസ് ചെയ്യാൻ ഈ രാജ്യത്ത് ഒരു നിയമമില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങളുടെ ആർട്ടിക്കിൾ 141 അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു നിയമം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിശാഖ ഗൈഡ് ലൈൻസ് എന്നറിയപ്പെടുന്ന ഗൈഡ് ലൈൻ ഉണ്ടായത്. അതിനുശേഷം സുപ്രീം കോടതി ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു, പാർലമെന്റ് എന്നാണോ ഇത് സംബന്ധിച്ച് നിയമം കൊണ്ടുവരുന്നത് അന്ന് വരെ മാത്രമേ ഈ വിധിന്യായം നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പാർലമെന്റിന് നിയമം പാസ്സാക്കാം. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്, തൊഴിലിടം നോട്ടിഫൈ ചെയ്യണം. ആ തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് നേരിടുന്ന അതിക്രമങ്ങൾ പരിഹരിക്കാൻ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ വേണം. ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ ഒരു വ്യവസായം എന്ന് ആവർത്തിച്ച് നിർമ്മാതാക്കളും ഇതിൽ അഭിനയിക്കുന്ന ആളുകളും തൊഴിലെടുക്കുന്നവരും എല്ലാവരും പറയുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്ന ഏരിയ ഒരു തൊഴിലിടമാണോ അല്ലയോ
ഇതൊരു തൊഴിലാളികളാണോ ഇപ്പോൾ പണിയെടുക്കുന്നത് അല്ലയോ? നമ്മുടെ കോൺട്രാക്റ്റുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഇത് തൊഴിലായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. ദിവസക്കൂലിയുണ്ട്, അവിടെ പലതരത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള കരാറുകൾ നിലവിലുണ്ട്. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെയോ ഔദാര്യമാണോ ഈ രാജ്യത്തെ നിയമം കേരളത്തിലെ സിനിമാ മേഖലയിൽ നടപ്പാക്കിയെടുക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഒരു ഔദാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എക്സിക്യൂട്ടീവിന് അധികാരം കൊടുത്തിരിക്കുന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാ മേഖലയിലും നടപ്പാക്കാനാണ്. നികേഷ് കുമാറിന്റെ ചാനലിൽ നാളെ മുതൽ തൊഴിൽ നിയമങ്ങൾ ബാധകമല്ല എന്ന് നികേഷ് കുമാർ പറഞ്ഞാൽ അത് ഇല്ലാതാകുമോ? ഇല്ല. കാരണം ഈ രാജ്യത്ത് ഒരു സർക്കാരുണ്ട്, അവിടുന്ന് ഒരു തൊഴിലാളി, നിങ്ങളുടെ ഒരു ക്യാമറാമാൻ പരാതി കൊടുത്താൽ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരായിട്ട് സർക്കാർ നിയമപരമായി നടപടിയെടുക്കാൻ ബാധ്യതപ്പെട്ടതാണ്. അല്ലാതെ അത് ശ്രീ പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ ശ്രീ VD സതീശന്റെയോ ഔദാര്യമല്ല. അപ്പൊ ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥ എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നടപ്പാക്കാത്തത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഉണ്ടാവുന്നത്. ആ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ തീരുമാനം അല്ലെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരമാണെന്നായിരുന്നു നമ്മുടെയൊക്കെ ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. ഇന്നിപ്പോ അത് മാറിയിരിക്കുന്നു. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം നിയമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമായിരുന്നു. പിന്നെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് വേറൊരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തതെന്നുള്ള സംശയം എനിക്ക് ന്യായമായി ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് ഇത്രയധികം പണം ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് വെളിച്ചം കാണുക എന്നതിനപ്പുറത്തേക്ക് എന്റെ ചോദ്യം, ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടാൽ ഉണ്ടാവേണ്ട മറ്റു കോൺസിക്വൻസുകൾ ഉണ്ടല്ലോ. ഇവിടെ നികേഷ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു 2 വർഷമായി തൊഴിലിടമില്ലാത്തത് കൊണ്ടാണ് ഈ കമ്മിറ്റിയിൽ വേണ്ടത്ര ആക്ഷൻ ഉണ്ടാവാതിരുന്നത് എന്ന് മുൻ സിനിമ മന്ത്രി പറഞ്ഞുവെന്ന് എനിക്ക് അസംബന്ധമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ 2 വർഷക്കാലമായി കേരളത്തിലെ സിനിമാ മേഖല പ്രവർത്തിച്ചില്ലേ? കേരള സിനിമാ മേഖലയിൽ ആർക്കും തൊഴിൽ കിട്ടിയില്ലേ? നമ്മൾ എത്രയോ സിനിമകൾ കാണുന്നു. ഞാനൊരു സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഈ കഴിഞ്ഞ കോവിഡ് കാലത്താണല്ലോ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാവുന്നത് ഈ നാട്ടിൽ ഈ നിയമം നടപ്പാക്കാൻ സർക്കാരിന് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ദീദി ദാമോദരന് വനിതാ കമ്മീഷനെ കാണേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് കോഴിക്കോട് MLAക്ക് അങ്ങനെ കാണണമെന്ന് തോന്നാത്തത്? കോഴിക്കോട് വനിതാ കമ്മീഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷന്റെ അധികാരം ഉപയോഗിച്ച് ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്ന് ശ്രീ സതീദേവിക്ക് തോന്നാത്തത്? അപ്പൊ ഇവർ ജെൻഡർ ഈക്വാലിറ്റിയെ പറ്റി പുറത്ത് പറയുന്നതല്ല, ഇവർ ഈ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് കാണിക്കുന്നത്. പലപ്പോഴും അധികാരം ഈ ആളുകളോട് അനീതി കാണിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, അവരുടെ ആബ്സെൻസ് ഓഫ് പ്രവൃത്തികൾ കൊണ്ടാണ്. പലപ്പോഴും മൗനം കൊണ്ടാണ് ഈ അനീതിക്ക് കൂടുതൽ പിന്തുണ കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പാർവതി ചോദിച്ച ചോദ്യം വളരെ റെലവെന്റ് ആണ്. എന്തുകൊണ്ടാണ് അവർ കമ്മീഷന് മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരാത്തത് എന്ന് പാർവതി ചോദിച്ചു. ഞാൻ ഒരു പടി കടന്ന് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ കേരളത്തിൽ സിനിമാ മേഖലയിൽ തൊഴിലിടമായി പ്രഖ്യാപിച്ച് ഈ രാജ്യത്ത് മറ്റെല്ലാ തൊഴിലിടത്തിലുമുള്ള നിയമം അവിടെ വരാത്തത്? ഈ ചോദ്യത്തിന് ആരാണ് മറുപടി പറയുക? ശ്രീമതി ഭാഗ്യലക്ഷ്മി, എല്ലാ തൊഴിലിടങ്ങളിലും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി വേണം. അതില്ലാതെ പ്രവർത്തിക്കാനാകില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ തൊഴിലുടമ തന്നെയാണ് ആദ്യം ജയിലിൽ പോവുക. പിന്നെ മഹാരാഷ്ട്ര, നേരത്തെ ദീദി ദാമോദരൻ പറയായിരുന്നു, മഹാരാഷ്ട്രയിലൊക്കെ ഒറ്റ മാസം കൊണ്ട് പോഷൊക്കെ നടപ്പാക്കി എടുക്കാൻ കഴിഞ്ഞു. കാരണം അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെങ്കിൽ തന്നെയും പോഷ് ഇല്ലാതെ കഴിയില്ല എന്ന് പറയുമ്പോൾ എല്ലാ സിനിമാക്കാരും അത് നടപ്പിലാക്കുമെന്നുള്ളതാണ്. അതൊരു ആക്റ്റാണ്, അത് നടപ്പിലാക്കിയേ തീരൂ. പക്ഷേ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ അത് വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്ത്? നികേഷ്, ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് അന്ന് ഹേമ കമ്മീഷൻ എന്നെയും ഒരു ദിവസം വിളിച്ച് ഞാനും ഏകദേശം ഒരു 2-3 മണിക്കൂറോളം ഞാനും സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ ഹേമ കമ്മീഷന് മുമ്പാകെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പോയി സംസാരിക്കാൻ. കാരണം എനിക്ക് തോന്നിയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഒന്നും ചെയ്യില്ല എന്നല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഞാൻ എന്തായാലും ഇതിന് പോവില്ല എന്ന്. പക്ഷെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ശരി, ഒരുപാട് പേരുടെ തൊഴിലിന്റെ പ്രശ്നമാണ്, ഒരുപാട് പേരുടെ ഈ രംഗത്ത് അവർ അനുഭവിക്കുന്ന പല തരത്തിലുള്ള മാനസികമായിട്ടുള്ള പല പീഡനങ്ങളുടെയും എന്തെങ്കിലും ഒരു നിവൃത്തി അതിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനോടൊപ്പം സഹകരിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പോയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചത്, ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലിലൂടെ എന്താണ് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കമ്മീഷൻ എൻ്റെ അടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും സിനിമയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ കമ്മീഷന് കഴിയും എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് രീതിയിലുള്ള മാറ്റമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ നിർമ്മാതാക്കൾ എന്ന് പറയുന്ന, ഇപ്പൊ ബഷീർക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, 1-2 അല്ലെങ്കിൽ മാക്സിമം ഒരു 3 പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചോളൂ, വേണ്ട ഒരു 5 പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചോളൂ, വനിതകൾ നിർമ്മാതാക്കൾ ഉള്ളത്.
പിന്നെ എക്സിബിറ്റേഴ്സ് സ്ത്രീ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. തിയേറ്റർ ഓണേഴ്സ് ഭാഗ്യലക്ഷ്മി, എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നാൻ കാരണം? ഒന്ന് വളരെ പ്രധാനപ്പെട്ടത്, നടിയെ ആക്രമിക്കപ്പെട്ടതിന് ശേഷം സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഒരു തൊഴിലിടം ഉണ്ടാക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഒരു വേവായി വന്നിട്ടുള്ളതാണ്. ഒന്ന്, നമ്മുടെ മുന്നിൽ അടൂർ കമ്മിറ്റി ഉണ്ട്, ഇപ്പോൾ ഹേമ കമ്മിറ്റിയും ഉണ്ട്. രണ്ടും ചേർത്ത് ഒരു റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കുന്നു. ആ റെഗുലേറ്ററി അതോറിറ്റിക്ക് വേണ്ടി ഒരു ആക്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മന്ത്രിസഭ എന്നാണ് മുൻ സാംസ്കാരിക മന്ത്രി പറയുന്നത്. പിന്നെ അത് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് കരുതാൻ മാത്രമുള്ള ഒരു പെസിമിസം എങ്ങനെ ഉണ്ടായി? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ഒരു പുരുഷാധിപത്യമുള്ള ഒരു മേഖലയാണ്. ഇവിടെ ഒരു സ്ത്രീയുടെ വിഷയം അല്ലെങ്കിൽ സ്ത്രീയുടെ ശബ്ദം ആരും മുഖവിലക്കെടുക്കില്ല, മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ തിയേറ്റർ മാർക്കറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കാണ്, സ്ത്രീക്കല്ല ഇവിടെ തിയേറ്റർ മാർക്കറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്ന, നികേഷ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഏതെങ്കിലും നടിമാർക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ടോ? ഒരുപക്ഷെ മഞ്ജു വാര്യർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ മഞ്ജു വാര്യർ ഉണ്ടെങ്കിൽ ഈ സിനിമ ഈ പറയുന്ന മാതിരി പൂർവാധികം ധൈര്യത്തോടു കൂടി ഞങ്ങൾ എടുത്തു കൊള്ളാം, മഞ്ജു വാര്യർ മാത്രം മതി എന്ന് എത്ര നിർമ്മാതാക്കൾ പറയും, അല്ലെങ്കിൽ എത്ര എക്സിബിറ്റേഴ്സ് പറയും, എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയും? വിരലിൽ എണ്ണാവുന്നവർ ആയിരിക്കാം. അതല്ലാതെ മുഴുവനും ഇവിടെ, അത് കേരളത്തിലെ മാത്രം വിഷയമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണത്. ഇന്ത്യയിൽ മുഴുവനും എല്ലാ ഭാഷയിലും പുരുഷന്മാരാണ് സിനിമയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശാഖ റിപ്പോർട്ടിൽ വന്ന മാതിരി ഇവിടെ അത്ര എളുപ്പം ഇത് നടപ്പിലാക്കാൻ പറ്റില്ല. അടൂർ കമ്മിറ്റി റിപ്പോർട്ട് മാതിരി അല്ല ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് പലരെയും ബാധിക്കും. പല രീതിയിലുള്ള പലരും ചെന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് എന്നോട് പലരും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഈ തുറന്ന പറച്ചിൽ ഒരു വലിയ ആഘാതം ഉണ്ടാക്കും. തീർച്ചയായിട്ടും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ മടങ്ങിയെത്താം ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഞാൻ ശ്രീ ലിബർട്ടി ബഷീർ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീമതി ദീദി, അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഇപ്പം നമ്മൾ ഇൻഫോർമലായി സംസാരിക്കുമ്പോൾ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ സർക്കാർ മേഖലയിൽ നിന്നുള്ളവരോ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിത് റിപ്പോർട്ട് പരസ്യപ്പെടുത്തി അതിൽ വിവാദം ഉണ്ടായാൽ, പല പേരുകളും അതിനകത്തുണ്ട്, വിവാദമാക്കി അത് എവിടെയും എത്താതെ തുലച്ച് കളയണോ, അതോ ഈ ഹേമ കമ്മീഷനും ഹേമ കമ്മിറ്റിയും അടൂർ കമ്മിറ്റിയും ചേർത്ത് വെച്ച് ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആക്ട് നടപ്പിലാക്കി സിനിമയിലെ എല്ലാ പ്രശ്നങ്ങളും, സിവിലായിട്ടുള്ള കേട്ടോ, ക്രിമിനലായിട്ടുള്ള അധികാരങ്ങൾ എന്തായാലും അതോറിറ്റിക്ക് ഉണ്ടാവില്ല, സിവിലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ഉയർന്ന സമിതി വേണോ? അതിനകത്ത് 3 അംഗങ്ങൾ ഉണ്ടാകും, ഒരു ജഡ്ജ്, ഒരു റിട്ടയർഡ് ജഡ്ജ് അടക്കമുള്ള 3 അംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു റെഗുലേറ്ററി അതോറിറ്റി വേണോ എന്നുള്ളതാണ് ചോദ്യം. അത് വീണ്ടും ഒരു ബൈങ് ടൈം പോലെയാണ്. അതായത് ഈ സ്ത്രീകളുടെ ഒരു സ്ഥാനം ഞാൻ ആലോചിക്കായിരുന്നു. ഇത് ആണുങ്ങളിലാണ് സിനിമ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പം പൊതുവെ ശബ്ദിക്കാത്ത മൃഗങ്ങളുടെ റൈറ്റ്സിനെ പറ്റി സിനിമ സെൻസർ ബോർഡ് വളരെ കീനാണ്. ഈ ഒരു മൃഗത്തെ നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ നമുക്ക് സെൻസർ ചെയ്ത് വിട്ടില്ല സിനിമ. അപ്പൊ അവിടെയാണ് നിർബന്ധമായിട്ടും സുപ്രീം കോടതി പറയുന്നത്, പോഷ് കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ സിനിമ ഇറങ്ങാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് ഇന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അതിൽ ഇടപെടണമെന്ന് പറഞ്ഞത്. സ്ത്രീയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസാണ് അതെങ്കിൽ അവർ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ IC ഇല്ലാതെ അല്ലെങ്കിൽ പോഷ് കംപ്ലൈ ചെയ്യാത്തതായിട്ട് ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക? അറ്റ്ലീസ്റ്റ് അവിടെ വെച്ചെങ്കിലും സർക്കാരിന് വളരെ ഈസി ആയിട്ട് പിടിക്കാവുന്നതാണ്. അത് മാൻഡേറ്ററി ആക്കേണ്ടതാണ്. കാരണം ഇവിടെ നമ്മൾ വേറെ അസംഖ്യം മാൻഡേറ്ററി അല്ല. എന്താണ് അതിന് വനിതാ കമ്മീഷൻ നൽകുന്ന വിശദീകരണം എന്താണ്? വനിതാ കമ്മീഷൻ നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ്, അവര് അടുത്ത ദിവസം തന്നെ, നമ്മൾ ഇന്ന് കൊടുത്ത പരാതിയുടെ പുറത്ത് അടുത്ത ദിവസം തന്നെ അവര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കും പ്രൊഡ്യൂസർ ഗിൽഡിലേക്കും ആരൊക്കെയാണോ എൻഡോസ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി നമ്മൾ മറ്റേ സെൻസർ സർട്ടിഫിക്കേഷന് വേണ്ടി ശ്രമിക്കാറുള്ളത്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ അവർ എൻക്വയറി ചെയ്തോളാം. അങ്ങനെ നടക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ
സർട്ടിഫിക്കറ്റ്, സെൻസസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല ഈ എന്ന് പോഷ് ഇല്ലെങ്കിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല, കമ്പനിയുടെ രജിസ്ട്രേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. അതെ, അത് നിർബന്ധമാണല്ലോ. ഇപ്പൊ നമ്മളെ കോളേജിൽ എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ICA റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാൻ എല്ലാ കൊല്ലവും നമുക്ക് ഉത്തരവ് വരുന്നുണ്ട്. ആന്റി റാഗിംഗ് പോലെ തന്നെ വരുന്ന ഓർഡറാണ്. എങ്ങനെയാണ് 100-നോട് അടുക്കുന്ന മലയാള സിനിമയില് ഇങ്ങനെ ഒന്ന് വേണ്ട ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്റേണൽ കംപ്ലൈന്റ് സെല്ല് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസായ യൂണിറ്റ്, നേരത്തെ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വ്യവസായ യൂണിറ്റും പ്രവർത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ തൊഴിൽ ഉടമ ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. പക്ഷെ സിനിമയ്ക്ക് അതിന് കഴിയുന്നു എന്നുള്ളതാണ്. വളരെ റിലാക്സ് ചെയ്ത് ഈ സിനിമാക്കാരെ കാണുമ്പോൾ ഭരണാധികാരികൾ പോലും അഭിരമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് പലതിലും ഇങ്ങനെ അങ്ങ് ഇളവ് ചെയ്ത് പോകുന്നു എന്നുള്ള തോന്നൽ സ്വാഭാവികമായി നമ്മളൊക്കെ പലതരത്തിൽ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ തോന്നിപ്പോയിട്ടുണ്ട്. ശ്രീമതി ദീദി ദാമോദരൻ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് WCCയെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കി അതിനൊരു അതോറിറ്റി ഉണ്ടാക്കുകയാണോ വേണ്ടത്, അതോ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടേ തീരൂ എന്നുള്ള കർശന നിലപാടുണ്ടോ? ഈ റിപ്പോർട്ട് വിട്ടേ തീരൂ എന്നുള്ളത് നമ്മളുടെ ആവശ്യത്തിന്റെ അതിന്റെ ഒരു പാർഷ്യൽ കാര്യം മാത്രമാണ്. നമ്മൾ ഈ IC പോഷ് ഒക്കെ ആയിരുന്നു നമ്മൾ ഡിമാൻഡ്സ് ആയിട്ട് മുമ്പിലേക്ക് വെച്ചിരുന്നത്. അത് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള ഒരു പഠനം റിപ്പോർട്ട് അതിന്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ട് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇത് വീണ്ടും ഒരു എക്സ്ക്യൂസ് ആയിട്ട് അവർ പറയുന്നത് കേട്ട് നിൽക്കാൻ മാത്രം നമുക്ക് അത്രയും വിവരക്കേടില്ലല്ലോ. നമുക്കത് അറിയാലോ ഇപ്പൊ എന്തിനാണ് ഈ കമ്മിറ്റി. ഇതിനകത്തുള്ള ഒരു പ്രശ്നം ദീദി, കഴിഞ്ഞ ദിവസം പാർവതി തെരുവോത്ത് ചർച്ചയിൽ വന്നപ്പോൾ അവർ പറയുകയായിരുന്നു, ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതിൻ്റെ കാരണം ഞങ്ങളുടെയൊക്കെ, അതായത് പരാതി പറഞ്ഞ ഞങ്ങളുടെയൊക്കെ പേര് ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ടല്ല, ഞങ്ങൾ ആരെക്കുറിച്ചൊക്കെയാണോ പരാതി പറഞ്ഞത് ആ പേരുകൾ പുറത്തു വരാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്നാണ്. അങ്ങനെ ആ പേരുകൾ പുറത്തു വന്നാൽ ഇത് പലതരത്തിൽ ഉപയോഗിക്കപ്പെടും. 1, 2 വലിയ നിലയിലുള്ള വിവാദം ഉണ്ടാവും, നിങ്ങളുടെ കാര്യം നടക്കില്ല. ഇതാണ് ഒരുപക്ഷെ സർക്കാരിന് നിങ്ങളോട് പറയാനുണ്ടാവുക. ചിലപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പറയുമോ എന്ന് കരുതി ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാകില്ല. അത് അന്വേഷിച്ചാൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. പരാതി പറഞ്ഞ എല്ലാവരും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആയിട്ടുള്ള പരാതികളാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു ഫേക്ക് നെയിം വെച്ചാൽ ആ പരാതി പറഞ്ഞ ആളെ പറ്റി നമുക്ക് ആരാന്ന് മനസ്സിലാവണം എന്നില്ല. കാരണം 100 ആള് ഒരേ തരം പരാതിയാണ് പറഞ്ഞത്. ക്യാൻ ബി എനിബഡി. വേറെ ആരെ പറ്റിയാണോ, പെർപെട്രേറ്റർ ആരാണ് എന്നുള്ളത് ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയും എന്നുള്ള ഇടത്താണ് അതിന്റെ പ്രശ്നം വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായിരിക്കണം അതിന്റെ ഒരു കാരണം. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? മഹാരഥന്മാരായ ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹാരഥന്മാരെ ഇപ്പോൾ 60-70 വയസ്സിലൊക്കെ പിടിച്ച് ജയിലിലിടണോ, അതോ ആക്ട് രൂപീകരിച്ച് ഇന്നലെ വരെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി നാളെ മുതൽ ഒരു പുതിയ അതോറിറ്റി ഉണ്ടാവുക എന്നുള്ളതാണോ എന്നുള്ളതാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ ഓപ്പണായിട്ടുള്ള അഭിപ്രായം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എൻ്റെ അഭിപ്രായമല്ല ഞാൻ ചോദ്യങ്ങളായി ഉന്നയിക്കുന്നത്. അതിലിപ്പോ ഹരീഷ് പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് സതീദേവി ഇടപെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ ഒരു MLA ഇത് ആവശ്യപ്പെടുന്നില്ല. അതിൽ ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയത് വളരെ പെയിൻസ്റ്റേക്കിംഗ് ആയിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ 3 അംഗ കമ്മിറ്റി ഇരുന്ന് എങ്ങനെയാണ് നമ്മളെ അടുത്തു നിന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചെടുത്തത്, അത് എഴുതിയത്, എന്നിട്ട് അത് വീണ്ടും നമ്മളെ വായിച്ചു കേൾപ്പിച്ച് കറക്ഷൻസ് വരുത്തി അതിന്റെ താഴെ ഒപ്പിടിച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ആ 3 അംഗങ്ങളെങ്കിലും ചോദിക്കണമല്ലോ, ഈ എന്താണ് ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വെച്ച റിപ്പോർട്ടിന്റെ അവസ്ഥ എന്താണ് എന്ന്. എന്താണ് ആ സ്ത്രീകൾ അടക്കം ചോദിക്കാത്തത് എന്ന് എനിക്ക് അത്ഭുതമാണ്. ശരി, അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, ഹേമ കമ്മിറ്റിയില് നിർദ്ദേശങ്ങളിൽ പലതും യഥാർത്ഥത്തിൽ IPC കോഗ്നിസൻസ് കിട്ടുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ 2 റിപ്പോർട്ടുകളും ഒന്നിച്ച് എടുത്ത് ഒരു ക്വാസി ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാക്കുക, അങ്ങനെ ഒരു അതോറിറ്റി വരിക, അങ്ങനെ സിനിമയിലെ ഏത് പരാതിയും പരിഹരിക്കാനുള്ളൊരു വേദി ഉണ്ടാവുക. അതിനകത്ത് സ്വാഭാവികമായിട്ടും സിവിൽ പരാതികൾ മാത്രമാണല്ലോ ഉണ്ടാവുക, ക്രിമിനൽ പരാതികൾ വരാൻ കഴിയില്ലല്ലോ. ക്രിമിനൽ പരാതി വരണമെങ്കിൽ CRP മാത്രമല്ല. ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്പെഷ്യൽ കോർട്ട്, ഹേമ കമ്മീഷൻ ഒരു സ്പെഷ്യൽ കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് എവിടെയാണ് സ്പെഷ്യൽ കോർട്ട് ഉണ്ടാക്കാൻ കഴിയുക? നികേഷ്, ഈ പട്ടിണി കിടക്കുന്നവനോട് അവൻ കഞ്ഞി വേണം എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ബിരിയാണി തരുന്ന കാര്യം ഞങ്ങൾ സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു കേൾക്കാമോ? അത് കേൾക്കാം. അതിന് ഞാൻ താങ്കളുടെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പട്ടിണി കിടക്കുന്ന ഒരാൾക്ക്
കഞ്ഞി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ 3 കൊല്ലമായി പറയുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ലളിതമായി ചോദിച്ച ഒന്നാമത്തെ റൗണ്ടിലുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ രാജ്യത്ത് മറ്റെല്ലാ തൊഴിലിടത്തിലും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികളുണ്ട്, എന്തുകൊണ്ട് കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എന്ന് നേർക്കുനേരുള്ള ഒറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒറ്റ മറുപടിയെ സ്റ്റേറ്റിനുണ്ടാവും. ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ആ നിയമം ഇവിടെ നടപ്പാക്കാത്തതെന്ന് പറയണം. അത് മോഹൻലാലിനെ പേടിച്ചിട്ടാണോ അല്ല വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലെ ആളുകളെ പേടിച്ചിട്ടാണോ എന്നുള്ളത് സർക്കാർ പറയേണ്ട ഒരു കാര്യമാണ്. ആരാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ സിനിമാ മേഖലയിൽ കൊണ്ടുവരുന്ന നിയമം ഉണ്ടാക്കുന്നതിന് തടസ്സം? അതൊരു പുതിയ നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ല, നിയമസഭ ഇനി കൂടേണ്ട ആവശ്യമില്ല, സർക്കുലറിന്റെ ആവശ്യമില്ല, നിയമത്തിന്റെ ആവശ്യമില്ല. മറ്റെല്ലാ മേഖലയിലും നടപ്പാക്കുന്ന പോലെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇത് ഒരു കമ്പനിയാണല്ലോ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ഇപ്പോൾ ഞാൻ ഒരു സിനിമ നിർമ്മിക്കുന്നത് ABC കമ്പനിയുടെ പേരിലാണെന്ന് വിചാരിക്കുക. അതൊരു കമ്പനിയാണല്ലോ. അപ്പോൾ ഇന്റേണൽ കംപ്ലയിൻസ് എല്ലാം അതിനകത്ത് വേണ്ടേ? പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അതങ്ങനെ രൂപീകരിക്കാതിരിക്കാൻ പറ്റുന്നത്? അല്ല, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഡസ്ട്രി, ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നടപ്പാക്കുന്നില്ലല്ലോ. നമ്മളെ ശീമാട്ടിയിലെ സമരം കണ്ടില്ലേ? നമ്മൾ വേറെ പല ടെക്സ്റ്റൈൽ മേഖലയിൽ സമരം കണ്ടില്ലേ? കേരളത്തിലെ നിയമത്തിനകത്ത് ഇല്ലാഞ്ഞിട്ടാണോ കസേര കൊടുക്കണം, അവർക്ക് ടോയ്ലറ്റ് സൗകര്യം കൊടുക്കണം തൊഴിലാളികൾക്ക്? ആ സമരം വന്നു കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ പോയി സമരത്തിൽ പങ്കെടുത്തപ്പോഴാണല്ലോ അവർ അത് കൊടുക്കാൻ തയ്യാറായത്. ഈ നാട്ടിലെ തൊഴിൽ സമരങ്ങളെ പറ്റി നമ്മൾ മറന്നു പോകാൻ പാടുണ്ടോ? ഓരോ മേഖലയിലെയും തൊഴിൽ സമരങ്ങളുടെ ഭാഗമായിട്ടല്ലേ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ അതത് സ്ഥലങ്ങളിൽ നടപ്പാക്കുന്നത്? നമുക്കറിയില്ലേ, പിന്നെ നോക്കുകൂലി ഇല്ലാത്തൊരു നാട്ടിൽ നോക്കുകൂലി വാങ്ങുമ്പോൾ കോടതിയിൽ പോയിട്ട് നിർത്തേണ്ടി വരുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് സിനിമാ മേഖലയിൽ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഉണ്ടാകാത്തത് എന്ന ചോദ്യത്തിന് യെസ് ഓർ നോ കേരളത്തിലെ വനിതാ കമ്മീഷനോ സർക്കാരോ പറയേണ്ടതാണ്. രണ്ടാമത്തെ വിഷയമാണ് നികേഷ് ഈ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഹേമ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത് ഏത് ആക്ടിന്റെ കീഴിലും ആയിക്കൊള്ളട്ടെ, ഹേമ കമ്മീഷനെ വെച്ചത് WCC മുഖ്യമന്ത്രിയെ പോയി കണ്ടുകിട്ടിയ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. PR ആക്ടിവിറ്റീസിന് വേണ്ടി സർക്കാർ അത് നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ശരി, തിരിച്ചെന്താണ് കൊടുക്കുന്നത്? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുമ്പിൽ ചില വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തൽ പുറത്തു വന്നാൽ ലളിതകുമാരി കേസിലെ വിധിന്യായം അനുസരിച്ച് ചില ആളുകൾക്കെതിരെ FIR ഇടേണ്ടി വരും. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇപ്പൊ മോഹൻലാലിനെ പോലെ ഒരാൾക്കെതിരായിട്ട് ഒരാൾ ഒരു മൊഴി കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, ആ മൊഴി ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും FIR ഇടേണ്ടി വരും. സ്വാഭാവികമായിട്ടും ദിലീപ് കേസ് പോലുള്ളൊരു സംഗതി ഇവിടെ നടക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോ അത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ ക്രിമിനലായിട്ട് ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? നമുക്കൊരു സമവായത്തിന്റെ ഭാഗമായിട്ട് പുതിയ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടാക്കിയാൽ പോരെ, അല്ലെങ്കിൽ പുതിയ അതോറിറ്റി ഉണ്ടാക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നത് അസംബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ പരിസ്ഥിതി മേഖലയിൽ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ രാജ്യത്ത് നിയമങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന് പറയുമ്പോൾ പുതിയ അതോറിറ്റി വരുമെന്ന് ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങൾക്ക് പുതിയ അതോറിറ്റി വേണ്ട എന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. പുതിയ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. നിയമനിർമ്മാണ സംവിധാനത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകാനും 3-4 കൊല്ലത്തേക്ക് എക്സ്ക്യൂസ് ഉണ്ടാക്കാനും ആ ആക്ട് വരുമ്പോൾ ആ ആക്ട് ചോദ്യം ചെയ്ത് ആരെങ്കിലും കോടതിയിൽ പോയാൽ പിന്നെ ഒരു 10 വർഷം കൂടി നീട്ടിക്കൊണ്ടു പോകാനുള്ള സംഗതിയാണ്. നിലവിൽ അടുക്കളയിൽ വെച്ചിരിക്കുന്ന കഞ്ഞി വിളമ്പി തരാത്ത എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വരാനിരിക്കുന്ന ബിരിയാണിയാണ് നിങ്ങൾക്കുള്ള മറുപടി എന്ന് പറയാൻ പാടില്ല. ശ്രീമതി ഭാഗ്യലക്ഷ്മി, എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി പരിഗണിച്ചത് ഈ റെമ്യൂണറേഷൻ അടക്കമുള്ള കാര്യങ്ങളിലെ മിസ്യൂസാണ്. പെൺകുട്ടികളാകുമ്പോൾ അതിനകത്ത് അത്ര പൈസ കൊടുത്താൽ മതി എന്നുള്ളത്, പിന്നെ അത് മുതൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യം നമ്മളെല്ലാം ഈ സെക്സും ഇതുമൊക്കെ ആയി ചേർത്ത് പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. അപ്പോൾ അതിനൊക്കെ ഒരു ഗ്രീവൻസസ് റീഡ്രസൽ സെൽ, അതാണ് അതോറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിലിം ചേംബറിൻ്റെ അധികാരവും ഈ അതോറിറ്റിക്ക് ഉണ്ടാകും എന്നാണ്. അത് അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ബിരിയാണിയാണ് എങ്കിൽ തന്നെയും അഥവാ ബിരിയാണി കിട്ടിയാലോ? അല്ല നികേഷ്, ഇത് യഥാർത്ഥത്തിൽ റെമ്യൂണറേഷൻ മാത്രമല്ല ഇതിന്റെ പ്രധാന വിഷയം എന്നുള്ളത് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സിനിമയെ സംബന്ധിച്ച് റെമ്യൂണറേഷനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇന്ന് വളരെ കുറവാണ്. കാരണം സംഘടനകളെല്ലാം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരാള് എത്ര രൂപയ്ക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത് ആ വ്യക്തിയുടെ സ്വന്തമായ തീരുമാനമാണത്. അതിനി എന്തൊക്കെ നിയമം വന്നാലും സ്വകാര്യമായിട്ട് എനിക്കൊരു നിർമ്മാതാവിന്റെ സിനിമ എനിക്കിത് ഫ്രീ ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ 5000 രൂപയ്ക്ക് ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ പല രീതിയിലുള്ള ഈ പറയുന്ന ജെൻഡർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അത് ഒരു സംഘടനയില് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്ക് മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്നൊരു നിയമം ബൈലോയിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്.
ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പാകെ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു വളരെ ചെറിയ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ ചെറിയ കാര്യത്തിൽ റെമ്യൂണറേഷൻ അടക്കമുള്ള ഇപ്പോ ആണിനും പെണ്ണിനും ഒരേ തരത്തിലുള്ള റെമ്യൂണറേഷൻ വേണം എന്നുള്ള ആവശ്യം മുതൽ നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ. ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ മ്യൂട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നന്നാവുക. ശ്രീമതി ഭാഗ്യലക്ഷ്മി, മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഏറ്റവും വളരെ വേഗത്തിൽ പരിഹരിക്കേണ്ട എത്ര വിഷയങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ മലയാള സിനിമയിൽ താങ്കളുടെ കാഴ്ചപ്പാട്? എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഞാൻ പറയാം. എളുപ്പത്തിൽ ഇന്ന് ഏറ്റവും അധികം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒന്ന്, ലൈംഗികപരമായി ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മിറ്റിയുടെ ഇന്റേണൽ പിന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയേ പറ്റൂ. ആ കമ്മിറ്റി ചെന്ന് പറയാനുള്ള ഒരു പിന്നെ എന്താ ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആശ്വാസം അവിടെ ഉണ്ടാക്കണം. അത് സിനിമയ്ക്കുള്ളിൽ ഉള്ളവരായിരിക്കരുത്. അതൊരു കാര്യം. രണ്ടാമത്, സംഘടനയിൽ ഒരു പുരുഷനും സ്ത്രീക്കും രണ്ട് തരത്തിലുള്ള മെമ്പർഷിപ്പ് എന്നൊരു രീതി ഇവിടെ ഉണ്ട്. അത് മാറ്റുക എന്നുള്ളത്. മൂന്നാമത്, നമ്മൾ എപ്പോഴും നടികളുടെ കാര്യമാണ് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്. നടികൾക്ക് ഇങ്ങനെ നമ്മൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകള്, പിന്നെ ഫീമെയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകള്, ഫീമെയിൽ ഹെയർ ഡ്രസ്സേഴ്സ്, ഫീമെയിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ഇവരൊക്കെ കുറെ പേര് അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് പേയ്മെന്റിൻ്റെത് മാത്രമല്ല, അവർക്ക് കിട്ടുന്ന കിട്ടാത്ത സൗകര്യങ്ങൾ, അവർക്ക് ഒരു പബ്ലിക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി അവർക്ക് കൊടുക്കുന്നില്ല. അവർക്ക് പിന്നെ ഇരിക്കാൻ ഒരു കസേര പോലും പലപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റുകൾ രാവിലെ 9 മണിക്ക് സെറ്റിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ അവരവിടെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കും. അവിടെ കാണുന്ന പറമ്പിൽ എവിടെയെങ്കിലും പോയി അവർ ബാത്റൂം പോയേ പറ്റൂ. അവർക്ക് വേറെ എത്രയോ പേർക്ക് അതിന്റെ പേരിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ, യൂറിനറി ഇൻഫെക്ഷനും അതും ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കി വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പം തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ തീർക്കുക എന്നുള്ളതാണ്. ദയവായി തുടരുക. ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ മറുപടി വേഗത്തിൽ. തീർച്ചയായിട്ടും നികേഷ്, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടും രണ്ടും ഒരു തരത്തിൽ ഒന്നു തന്നെയാണ്. മലയാള സിനിമയിലെ എല്ലാ പ്രശ്നങ്ങളും തുടക്കത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് ഓർക്കുക. ഒന്ന്, പോഷ് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ഇന്റേണൽ കംപ്ലൈൻസ് എല്ലാം എന്ത് നടപ്പാക്കുന്നില്ല? നിങ്ങൾക്ക് മാത്രമായിട്ട് വേറൊരു നിയമം ഈ രാജ്യത്തുണ്ടോ? അവർക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടായാലും അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടായാലും അതിൽ ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഭാഗ്യലക്ഷ്മി പല സംഘടനകൾക്കും എതിർപ്പുണ്ടാവും. കംപ്ലീറ്റ് അധികാരം, മലയാള സിനിമയുടെ മുകളിലുള്ള അധികാരം ഗവൺമെന്റിലേക്ക് എത്തിപ്പോ. അന്ന് ചേംബറിന് വില ഉണ്ടാവില്ല, അമ്മക്ക് വില ഉണ്ടാവില്ല, പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ അസോസിയേഷനും വില ഉണ്ടാവില്ല. എല്ലാ അധികാരങ്ങളും ഗവൺമെന്റിലേക്ക് ഒതുങ്ങുന്ന ഒരു നിയമം കൊണ്ടുവരേണ്ടത്. അത് ചോദ്യം ഒന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പോ ഞാൻ പ്രവർത്തിക്കുന്ന കമ്പനി ABC എന്ന കമ്പനി, ആ ABC എന്ന കമ്പനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇന്റേണൽ കംപ്ലൈൻസ് എല്ലാം ഉണ്ടായേ തീരൂ. ഒരു തൊഴിലിടത്തിൽ പോഷ് ഉണ്ടാകണം, പോഷ് ആക്ട് നടപ്പാക്കണം. അത് ഇപ്പോൾ ഇതിനകം തന്നെ മഹാരാഷ്ട്രയിൽ നടപ്പാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താ താടിയുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയ നികേഷ്, ഞാൻ പറയുന്നത് തന്നെയാണ്. നികേഷ് അറിയാത്തതുകൊണ്ട് ABC എന്നുള്ള സംഘടനയ്ക്ക് ഇവിടെ എന്തെങ്കിലും നടപ്പിലാക്കണമെങ്കിലോ ഒരു സംരംഭം തുടങ്ങണമെങ്കിലോ ഇവിടുത്തെ സംഘടനയുടെ പെർമിഷൻ വേണം. ഒരു പടം തുടങ്ങണമെങ്കിൽ സംഘടനയുടെ പെർമിഷൻ വേണം. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം നടപ്പാക്കാൻ എന്ത് സംഘടനയ്ക്ക് കേരളത്തിന്റെ പ്രത്യേകത അതാണ്. ഞാനൊരു പടം എടുക്കണമെങ്കിൽ ഇവിടുത്തെ സംഘടനയുടെ എല്ലാ 3 സംഘടന പെർമിഷൻ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു സംഘടന മാറി നിന്നാൽ ലിബർട്ടി ബഷീർ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇന്റേണൽ കംപ്ലൈന്റ് സെൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റു പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയും, ഓ ലിബർട്ടി ബഷീർ ഒരു ഇന്റേണൽ കംപ്ലൈന്റ്, ഇനി അവൻ കൊണ്ട് നടക്കട്ടെ എന്ന് പറയുമോ? തീർച്ചയായിട്ടും പറയും. ഇന്റേണൽ കംപ്ലൈന്റ് വന്നാൽ അതിൽ ഇപ്പോഴത്തെ നിയമപ്രകാരം ഗവൺമെന്റ് ഇടപെടാൻ പറ്റുന്നില്ല. അവിടെ ഒരു ലൈംഗിക പീഡന പരാതി വന്നാൽ എന്ത് ചെയ്യണം? അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അതുപോലെ മാറ്റയുടെ അടുത്തോ ഒക്കെ പോകണമെന്നോ, ഫെഫ്കയുടെ അടുത്തൊക്കെ പോകണമെന്നാണോ പറയുന്നത്? അവർ ഇപ്പൊ ഒരു ക്രിമിനൽ നടപടി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സാധാരണ പോലീസിന്റെ പോണ്ടി വരും. അത് അമ്മയടുത്തോ അല്ലെങ്കിൽ മറ്റേ മാറ്റത്തോ പോയിട്ട് കാര്യമില്ല. മറ്റുള്ള സംഘടന സിനിമയിലുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് അതാത് സംഘടനയിൽ പോകണം.
അതിന് എന്തെങ്കിലും നമ്മൾ ഗവൺമെന്റിനെ സമീപിച്ചാൽ ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് കഴിഞ്ഞ VS ഗവൺമെന്റിൽ ഞാൻ ഈ കഴിഞ്ഞ 15 വർഷമായി ഇത് പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തി ഞാൻ. ഈ എന്തെങ്കിലും സംഘടന വന്നാൽ ആ സംഘടനക്ക് ഇടപെടാൻ പറ്റില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ തന്നെ അനുസരിക്കാത്ത ഏത് മുഖ്യമന്ത്രി പറഞ്ഞാലും ഇവിടെ സംഘടന അനുസരിക്കില്ല. അതാണ് ഇവിടുത്തെ കേരളത്തിലെ സ്ഥിതി. തമിഴ്നാട്ടിലോ തെലങ്കാനയിലോ മഹാരാഷ്ട്രയിലോ ഇങ്ങനത്തെ ഈ അനുഭവം ഇല്ല. ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞാൽ മതി. ഇവിടെ ഒരു വിഭാഗം ആൾക്കാരുടെ കയ്യിലുള്ള ഇപ്പോൾ സിനിമ. അവിടെ എന്ത് നടക്കണമെങ്കിൽ അതായത് സംഘടന വിചാരിക്കണം. അതല്ലേ നേരത്തെ ഈ നമ്മളിപ്പോ അതിനെ വരുതിയിൽ നിർത്താൻ ഒരു ഇരട്ടച്ചങ്കനും സാധിക്കില്ല എന്നാണ് പറയുന്നത്. സാധിക്കില്ല. അതിന് കാരണം അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഈ നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഈ ആർട്ടിസ്റ്റിന്റെ ഈ റൈപ്പിൽ സംഭവം വന്ന സമയത്ത് ആദ്യമായിട്ട് ഞാനന്ന് ഇഷ്യൂ തുടക്കിയിട്ടത് അത് മുഖ്യമന്ത്രികളും ബാധിക്കുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ആ വായ്പ അവർ പണം തന്നിട്ടില്ല. അപ്പൊ അവർക്ക് ഈ 2 കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെങ്കിൽ കംപ്ലീറ്റ് അധികാരം ഗവൺമെന്റിലേക്ക് വരണം. അത് ഇവിടുത്തെ സംഘടന സമ്മതിക്കില്ല. തലപ്പത്തുള്ള ആൾക്കാർ തടയാൻ പറ്റും. പ്രത്യേകിച്ച് ഞാനെ കൊണ്ട് പേരൊന്നും പറയിപ്പിക്കരുത്. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീമതി ദീദി ദാമോദരൻ, ഇപ്പോൾ ഈ ക്രിമിനൽ സ്വഭാവമുള്ള കംപ്ലൈൻറ്റുകളെല്ലാം തന്നെയും കൈകാര്യം ചെയ്യാൻ IPC തയ്യാറായി നിൽക്കുകയാണ്. IPCയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും പരാമർശിക്കുന്നുള്ളൂ എന്നുള്ളത് ഒന്ന്. 2, ഈ ഫിലിം ചേംബറൊക്കെ തന്നെയും കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്വാസി ജുഡീഷ്യൽ സിസ്റ്റമായിട്ട് ഇപ്പോൾ ഒരു അതോറിറ്റിയെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. ഞാൻ ഈ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു സിനിമാ സെറ്റിൽ ഇനി ഒരു പീഡന പരാതി ഉണ്ടെങ്കിൽ തന്നെ അതിന് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകില്ലേ? അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് സെല്ല് വേണ്ടെന്നോ പോസ്റ്റ് നടപ്പാക്കണ്ടോ എന്നോ അല്ല, നിലവിൽ അതിനുള്ള ഓപ്ഷൻസ് ഇല്ലേ? അത് വേറെ തന്നെ ഒരു കാര്യമല്ലേ. എല്ലാ ഇൻഡിവിജ്വൽസിനും പോലീസിലേക്ക് ആക്സസ് ഉണ്ട്. അതല്ലല്ലോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത് ഇപ്പൊ ബഷീർക്ക പറഞ്ഞ സംഘടനകൾ ഉണ്ടല്ലോ, അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? WCC എല്ലാ സംഘടനകൾക്കും കത്തയച്ചിട്ടുണ്ട്. ഇന്റേണൽ കംപ്ലയിന്റ് സെല്ല് വേണം, അത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ സംഘടനകൾ സപ്പോർട്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിന് വേണ്ട എക്സ്പേർട്ടുകളെ നമ്മൾ വേണമെങ്കിൽ അവരോട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് IC വേണം എന്ന് പറയുന്നത് പോഷന് വേറെ കാര്യമാണ്. പോഷ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. കംപ്ലൈന്റ് സെൽ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ട്സ് വിത്ത് ഒരു കോൺട്രാക്ട് വേണമല്ലോ. ഇത് സ്ത്രീകൾക്ക് ഇത്ര പണം കൊടുത്താൽ മതി അല്ലെങ്കിൽ കൊടുക്കണ്ട, ഇതൊക്കെ തീരുമാനിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനൊരു സിനിമയിൽ വർക്ക് ചെയ്യണോ വേണ്ടേ എന്ന് അറിയാൻ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഞാനൊരു സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക, അവിടെ ഒരു ഇന്റേണൽ കംപ്ലയിൻസ് ഇല്ല എന്ന് വിചാരിക്കുക. ഞാൻ ഈ ഒരു തൊഴിലിടത്തിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ ഇന്റേണൽ കംപ്ലയിൻറ്റ് സെല്ലില്ല എന്നൊരു പരാതി എപ്പോഴെങ്കിലും മലയാള സിനിമയിൽ ഏതെങ്കിലും സെറ്റിൽ നിന്ന് വന്നിട്ടുണ്ടോ? അത് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലയിന്റ് അങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് തന്നെ മലയാള സിനിമയിൽ ആർക്കെങ്കിലും അറിയുമോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം ഇവിടത്തെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ അത് അങ്ങനെയാണ് ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആണല്ലോ. ഇപ്പൊ സമ്മതം വേണമെങ്കിൽ വീണ്ടും ബഷീർക്ക് പറയാണ് ഈ സംഘടനകളൊക്കെ സമ്മതിക്കണം എന്നാൽ മാത്രമേ സിനിമ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന തരം കാര്യങ്ങൾ ഈ നാട്ടിൽ നടത്താൻ പറ്റുമോ? എനിക്കത് മനസ്സിലായതേ ഇല്ല. നമ്മളെല്ലാരും നിയമം അബൈഡ് ചെയ്യേണ്ട ആൾക്കാരല്ലേ, പ്രത്യേകിച്ച് സംഘടനകളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവർക്കൊക്കെ കപ്പം കൊടുത്താലേ റിലീസ് പോലും നടക്കൂ. അത്രേ ഉള്ളൂ. റെമ്യൂണറേഷനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാനുള്ള സ്ഥലം സംഘടനയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം സംഘടനകൾ മുൻകൈ എടുത്തിട്ട് IC വേണം എന്ന് നിർബന്ധിക്കും. ഒരു പടം റിലീസ് ചെയ്യണമെങ്കിൽ ശ്രീ ലിബർട്ടി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്, ദയവായി തുടരുക ശ്രീമതി ദീദി. ശ്രീ ലിബർട്ടി ബഷീർ, ഒരു പടം റിലീസ് ചെയ്യണമെങ്കിൽ ചേംബറിന് എത്ര പൈസ കൊടുക്കണം? ചേംബറിന് ഇപ്പോഴത്തെ പുതിയ പുതുതായിട്ട് ഒരു പടം എടുക്കുന്ന നികേഷ് ഒരു പടം എടുക്കാൻ 75,000 രൂപ ഇപ്പൊ അവിടെ അടക്കണം. ഒരു പടം എടുക്കണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് അവിടെ 75,000 രൂപ പടം എടുക്കുന്ന കാലത്താണോ അതോ ഇപ്പോഴാണോ? ഇപ്പം ഞാൻ എനിക്ക് എന്റെ പഴയ മെമ്പർഷിപ്പ് ബില്ലുകൊണ്ട് എനിക്ക് 12,000-15,000 രൂപ അടക്കണ്ടു. ഈ പുതുതായിട്ട് വന്ന ഒരു വ്യക്തിക്ക് 75,000 രൂപ ആദ്യം അടക്കണം. പിന്നെ പ്രൊഡ്യൂസേഴ്സ് 27,000-28,000 രൂപ അവിടെ അടക്കണം. എന്നാൽ അത് പടം എടുക്കാൻ പറ്റും. ഇതൊന്നും അതിന്റെ ആവശ്യമില്ല. അതെല്ലാം തെളിയിച്ചാന്ന് വിനയന്റെ പടത്തിൽ സെൻസർ ചെയ്യാൻ കൊടുക്കാതൊക്കെ സമയത്ത് കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങിയിട്ട് സെൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു കാര്യം ഞാൻ ദീദിയോട് പറയാന്ന്, നിങ്ങൾ സെൻസറിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലും സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഇവർക്കൊന്നും ഒരു അധികാരമില്ല. അത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് അവിടേക്ക് ഒന്നും നമ്മുടെ ഇവിടുത്തെ കേരള ഗവൺമെന്റിനോ
ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഞാൻ ഒരിക്കൽ കൂടി ദീദിയിലേക്ക് പോവാണ്. ശ്രീമതി ദീദി, ഇപ്പോൾ IC വേണം എന്നുള്ള ആവശ്യം നിങ്ങളുണ്ട്. നിങ്ങൾ WCC അംഗങ്ങൾ ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവരുടെ അവയർനെസ്സിനെ കുറിച്ച് പോട്ടെ, നിങ്ങൾ ഞാൻ അഭിനയിക്കുന്ന ഈ പടത്തിൽ ഇന്റേണൽ കംപ്ലയിൻസ് സെൽ ഇല്ല എന്ന് എപ്പോഴെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? നമ്മൾ കാൻഡിഡ് ആയിരിക്കണമല്ലോ. എന്റെ WCCയിൽ ബന്ധമുള്ളവരൊക്കെ പ്രവർത്തിച്ച സിനിമകളിലൊക്കെ IC ഉണ്ട്. ഇന്നിപ്പം അഞ്ജലിയുടെ സിനിമ 2 ദിവസം കൊണ്ട് തുടങ്ങണം. അഞ്ജലിയുടെ സെറ്റില്, അവരുടെ പ്രൊഡക്ഷനില് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഇതിനു മുമ്പേ വൈറസ് എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോഴും ഞാൻ അവിടെയും കൃത്യമായ നിലപാട് ചോദിക്കുകയാണ്. അഞ്ജലിയുടേതിലുണ്ട്. അഞ്ജലി WCC അംഗമാണ്. അഞ്ജലി ICയെ കുറിച്ച് ക്യാമ്പയിൻ തരാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് വർഷങ്ങൾ തന്നെയായി. അഞ്ജലിക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് WCCയുടെ ആക്ടേഴ്സ് ആരെങ്കിലും ഒരു സെറ്റിൽ പോകുമ്പോൾ ഇവിടെ IC ഉണ്ടോ എന്ന് ചോദിക്കുകയും IC ഇല്ല എന്ന് ബോധ്യപ്പെടുത്താൽ അതൊരു കംപ്ലൈൻ്റായി മാറുകയും ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കി അല്ല ചെയ്യുന്നത് ശ്രീമതി ദീദി. നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ആ സമ്മർദ്ദം അതിൻ്റെ അങ്ങേ അറ്റത്ത് 100% ഉണ്ടോ എന്നുള്ളതാണ്. ഇതിൽ സമ്മർദ്ദമില്ല. എല്ലാവരും അവെയർ ആവുന്നത് തന്നെയാണ് അതിന്റെ തുടക്കമെന്ന് തോന്നുന്നു. എല്ലാവരും അവെയർ ആണ്. IC വേണം എന്നുള്ളതിനെ പറ്റി WCC അംഗങ്ങളിലെ മുഴുവൻ ആൾക്കാരും അവെയർ ആണ്. അതാണ് അതിന്റെ ആദ്യ പടിയും തോന്നുന്നു. രണ്ടാമത്, അതൊന്നും അത്ര എളുപ്പമല്ല. കാരണം ലീഡ് റോൾ അഭിനയിക്കുന്ന പാർവതിക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെക്കാളും വളരെ കൂടുതലാണ് അവരുടെ കൂടെ അഭിനയിക്കുന്ന ആണുങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റിനുള്ളത്. അവര് സ്ക്രീൻ ടൈം മാത്രമല്ല, അവര് നമ്പർ ഓഫ് വർക്ക് ഡേയ്സ് ഉണ്ടല്ലോ, അവര് ജോലി, അതുപോലും ഇത്ര കുറവുള്ള ആൾക്കാർ അവരെക്കാളും കൂടുതലാണ്. ഈ റെമ്യൂണറേഷൻ എങ്ങനെയാണ് തീരുമാനിക്കുക? റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും മാർക്കറ്റ് അനുസരിച്ചല്ലേ? എൻ്റെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത്, ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ മാർക്കറ്റ് അനുസരിച്ചല്ലേ എനിക്ക് പ്രതിഫലം കിട്ടൂ? ഞാൻ ജോലി ചെയ്യുന്ന വർക്കിംഗ് അവേഴ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ? പക്ഷെ പാർവതിയുടെ മുഖം ഉപയോഗിച്ചിട്ടാണ് പോസ്റ്റേഴ്സ് മുഴുവൻ, മാർക്കറ്റിംഗിന്റെ കാര്യം ആണ് പറയുന്നതെങ്കിൽ പാർവതിയെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. ടേക്ക് ഓഫ് പോലെ ഒരു സിനിമയുടെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ അറിയാം പാർവതിയെ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പാർവതിയുടെ മുഖമാണ് പോസ്റ്ററിൽ ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നത്. അത് വെച്ച് തന്നെയാണ് സിനിമ കളിക്കുന്നത്. പാർവതി തന്നെയാണ് അതിന്റെ ലീഡ് റോള്. ഈ റെമ്യൂണറേഷൻ ആക്ട് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. റെമ്യൂണറേഷൻ ആക്ട് പ്രകാരം അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ അഭിപ്രായം എന്താണ്? ആർട്ടിസ്റ്റിക് വർക്ക് ആണെങ്കിൽ അതിനകത്ത് മാർക്കറ്റ് ആണ് അതിനകത്തെ കരാർ. ഇതിപ്പോ കരാർ അടിസ്ഥാനത്തിലാണ് എല്ലാ തൊഴിലും ഈ മേഖലയിൽ വരുന്നത്. കരാർ തന്നെയാണ് അതിനകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് കരാറാണ്. ഓരോരുത്തരെയും ഒരു കൺസൾട്ടന്റ് പോലെയാണ് സിനിമയിലേക്ക് എടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അതത് കരാറുകൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഈ തൊഴിൽ നിയമങ്ങൾ, അതായത് പോഷ് നിയമം ഉൾപ്പെടെയുള്ള തൊഴിൽ നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ റെമ്യൂണറേഷനെ ഏകീകരിക്കാൻ സംഗതി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഇൻഡസ്ട്രിക്കകത്തുള്ള പാട്രിയാർക്കി ഒരു വലിയ ഘടകമാണ്. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ആ പാട്രിയാർക്കി എല്ലാ മേഖലയിലും ഉണ്ട്. അഭിഭാഷകർക്കില്ലേ? നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന, നന്നായി വാദിക്കുന്ന സ്ത്രീ അഭിഭാഷകയ്ക്ക് നന്നായി വാദിക്കുന്ന പുരുഷ അഭിഭാഷകനേക്കാൾ വില കുറവാണ് എന്ന് കരുതി വരുന്ന കക്ഷിയോട് കാശ് കൂടുതൽ ചോദിച്ചാൽ കിട്ടിയാൽ മേടിക്കാം എന്നല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് നിയമം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റാത്തതുപോലെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നത്തിൽ സിനിമാ മേഖല ഒരു ആർട്ടിസ്റ്റിക് മേഖല എന്നുള്ള നിലയ്ക്ക് പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നികേഷ്. അതായത് നികേഷ് ആദ്യം ചോദിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് എന്തുകൊണ്ടാണ് ആരും കംപ്ലൈന്റ് പോകാത്തത്, പോഷ് ഇല്ലെങ്കിലും അങ്ങനെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ നമുക്ക് പോഷ് ആക്ട് എടുത്ത് നോക്കിയാൽ അറിയാം എന്താണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. സെക്ഷുവൽ ഹരാസ്മെന്റ് ആണ്. സെക്ഷുവൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മറ്റൊരു നിയമത്തിന്റെ കീഴിലും കുറ്റമല്ലാത്ത പല കാര്യങ്ങളും ഇതിന്റെ കീഴിൽ കുറ്റമാണ്. തൊഴിലിടത്തിൽ ഇരുന്നു കൊണ്ട് പതുക്കെ ഒന്ന് തട്ടിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് ഇങ്ങനെ ഒരു ഇനണ്ടോ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെക്ഷുവൽ ഹരാസ്മെന്റ് പരിധിയിൽ വരാം, അല്ലെങ്കിൽ വേറെ ചില വാക്കുകൾ ഉപയോഗിച്ചാൽ വരാം. ഇതൊന്നും മറ്റൊരു നിയമത്തിന്റെ കീഴിലോ ഈ തൊഴിലിടത്തിൽ നിന്ന് വിട്ടിട്ട് ബസ് കയറുമ്പോഴോ ചോദിച്ചാൽ അത് വരില്ല, ആ ആക്ട് വരില്ല. അപ്പൊ പോലീസിന് കേസെടുക്കാൻ പറ്റാത്ത ICC വഴി തന്നെ ഈ നിയമത്തിന്റെ കീഴിൽ തന്നെ നിയമം നടപ്പാക്കേണ്ട അല്ലെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ചില ആക്ടിവിറ്റീസ് നമ്മുടെ തൊഴിലിടങ്ങളിലുണ്ട്. ആ തൊഴിലിടങ്ങളെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും പിന്നെ വേറൊരു ചോദ്യം നികേഷ് ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ തൊഴിലിടത്തിൽ ICC ഇല്ല എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യാത്തതെന്ന്. ഈ ഗൗൺ ഇടുന്ന പരിപാടി എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല സത്യത്തിൽ. കോടതിയിൽ പോകുമ്പോൾ ഇത് കൊളോണിയൽ കാലത്തുള്ള സംഗതിയാണ്. പക്ഷെ നാളെ മുതൽ നിങ്ങൾ എന്താ ഗൗൺ ഇട്ടിട്ട് പോയിട്ട് ഈ വർത്തമാനം പറയുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഇത് എന്റെ സംഘടന, ഇന്ത്യയിലെ ബാർ അസോസിയേഷനുകളാണ് തീരുമാനിക്കേണ്ടത്, ഇന്ത്യയിലെ ബാർ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്.
ഇത് സംഘടിതമായിട്ട് മാത്രം നമുക്ക് ഊരാൻ കഴിയുന്ന ഒരു ഗൗണാണ് ഈ വക്കീലന്മാരുടെ കഴുത്തിൽ കിടക്കുന്നത്. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഇത് ഒറ്റപ്പെട്ട ആളുകൾക്ക് പോയിട്ട് ഞാൻ ഇതിൽ പങ്കാളിയാവില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുത്ത് മുന്നോട്ട് പോകുമെന്നോ പറഞ്ഞാൽ അയാൾക്ക് തൊഴിലില്ലാണ്ടാവും. ഒരാൾ തൊഴിലിടം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ ഭാവനയ്ക്ക് 5 കൊല്ലമായിട്ട് തൊഴിലില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവർ വേറെന്തെങ്കിലും ചെയ്തോ? എന്റെ തൊഴിലിടത്തിൽ ഞാൻ പീഡിപ്പിക്കപ്പെടുന്നു, എനിക്ക് തൊഴിൽ നിഷേധിക്കുന്നു ഒരാൾ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ട ഒരു ഭാവന നമുക്ക് മുമ്പിലുണ്ട്. അവിടെയാണ് നിങ്ങൾ ICC ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല എന്ന് നികേഷ് ചോദിക്കുന്നത്. തീർച്ചയായും. എന്താണ് ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ശ്രീമതി ഭാഗ്യലക്ഷ്മി? അത് സിനിമയിൽ പ്രവർത്തിക്കാത്ത ഒരാളായിട്ട് പോലും വളരെ കൃത്യമായിട്ടാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാം ഞാനുമൊക്കെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആള് തന്നെയാണ്. നമ്മളൊക്കെ നിരന്തരം ഒരുപാട് കേസുകൾ ഇങ്ങനെ കാണാറുണ്ട്. ഒരു പെണ്ണ് പ്രതികരിച്ചാൽ പിന്നെ ആ നിമിഷം അവളെ എങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതെയാക്കാം എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ആരൊക്കെ കോടതിയിൽ പോയിട്ട് പിന്നെ കള്ള മൊഴി കൊടുത്തിട്ട് ഒന്നും കാര്യമില്ല, അത് സത്യമാണത്. അല്ലെങ്കിൽ അവൾ ഇല്ലാതെ പറ്റില്ല, അവൾ ഈ സിനിമയുടെ ഒരു പ്രധാന ഘടകമാണ് എന്ന അവസ്ഥയിലേക്ക് ആ പെണ്ണ് എത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരാള് മോശമായിട്ട് സംസാരിച്ചാലോ പെരുമാറിയാലോ എന്താടാ എന്ന് ചോദിക്കാൻ അവൾക്ക് സാധിക്കും. അതല്ലാതെ ഒരു സാധാരണ പെണ്ണ് അങ്ങനെ ഒരു സാധാരണ നടി അല്ലെങ്കിൽ ഒരു സാധാരണ ടെക്നീഷ്യൻ ആരുമാവട്ടെ, എനിക്കത് സ്ത്രീ എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം. ആ സ്ത്രീ പ്രതികരിച്ചാൽ അവള് ചുമ്മാ ആവശ്യമില്ല നമ്മൾ തോണ്ടിയേനും തൊട്ടേനും പിടിച്ചേനും ഒക്കെ പരാതി പറയും, അവളെ വിളിക്കണ്ട. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് എന്നെ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉള്ള ഒരു നടൻ പറഞ്ഞിരുന്നു, എന്റെ അമ്മ ഇതാ വരുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി കിടന്ന് മുറവിളി കൂട്ടി സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു. അതൊരു ഒരു പുച്ഛമായിട്ട് വളരെ ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് അത് അനുഭവിക്കുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, WCC വന്നിട്ടുണ്ട്, മിണ്ടല്ലേ എന്ന് പറയും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പുരുഷാധിപത്യമുള്ള ഒരു രംഗമാണ്. ഈ രംഗത്ത് നിയമങ്ങൾ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് നികേഷ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഞാനൊരു സംശയം നികേഷിനോട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഈ പോഷ് നടപ്പാക്കുന്നില്ല എന്ന വിഷയത്തിൽ ഒരു 10 ചർച്ചകളിലെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ സുരേഷ് ഗോപിയെയോ ഇവിടുത്തെ പ്രധാനപ്പെട്ട നടന്മാരെ ആരും ചാനലുകൾക്ക് ചർച്ചയ്ക്ക് കിട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ മേഖലയിലെ സംവിധായകരെ കിട്ടുന്നില്ലല്ലോ. അവരൊന്നും ഈ ചോദ്യങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ തയ്യാറല്ലല്ലോ. നമ്മൾ കൈയടിച്ച് നേതാക്കളാക്കിയിരിക്കുന്ന മുകേഷിനെയോ ഇന്നസെന്റിനെയോ നമുക്ക് ഈ ചർച്ചയ്ക്ക് കിട്ടുന്നില്ലല്ലോ. ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ നിരന്തരം ഈ ചോദ്യം നേരിടാൻ ഈ ദീദിയെയും ഈ ഭാഗ്യലക്ഷ്മിയെയും ഈ പാർവതിയെയും ഇവരൊക്കെ തന്നെയാണ് നമുക്ക് വീണ്ടും അവരെയൊക്കെ തന്നെയാണ് ചർച്ചയ്ക്ക് കിട്ടുക. പക്ഷേ ഞാൻ ഈ ചർച്ച തുടങ്ങിയ കാലഘട്ടത്തിൽ എൻ്റെ പാനലിസ്റ്റുകളായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ഒക്കെ തന്നെയും. ഇപ്പോൾ 2ാം നിരക്കാരും 3ാം നിരക്കാരും ഒക്കെയാണ് ചർച്ചയിൽ വരുന്നത്. ഇവരാണ് നാളെ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും എന്ന് പറയുന്നത് പോലെ ഈ പാർവതിയും ഈ പറയുന്ന ദുൽഖർ സൽമാനും ഒക്കെയാണ് നാളത്തെ മമ്മൂട്ടിയും മോഹൻലാലും. അപ്പോൾ ഇപ്പോഴേ നമ്മൾ അവരെ കൊണ്ട് പറഞ്ഞ് കുഴപ്പം എവിടെയാണെന്നറിയോ? നേതാക്കളായി മാറുമ്പോൾ ഇവര് ചോദ്യങ്ങൾ നേരിടാൻ മടിക്കുന്നു. ഈ ചോദ്യങ്ങളിൽ നിന്ന്, അതായത് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും ഒക്കെ ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്ന കാലത്ത് അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ മറുപടി പറയേണ്ടത് വേറെ ചിലരായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട പൊസിഷനിലേക്ക് ഇവരെത്തിയപ്പോൾ ഇവർ ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറല്ല എന്ന പൊസിഷൻ സ്വീകരിക്കുന്നു. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ നാളെ പൊസിഷനിലേക്ക് വരും. അപ്പൊ അവർ ചർച്ചകളെ മടിക്കും, അവര് ശബ്ദത്തെ ഭയക്കും, അവർ ചോദ്യങ്ങളെ ഭയക്കും, അവർ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടും. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ആളുകളെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരിക എന്ന പണി തന്നെ നമ്മൾ ഏറ്റെടുക്കണം. അതേ ടോണിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, സിനിമയിൽ എല്ലാവരും ഇപ്പോൾ ഭാഗ്യലക്ഷ്മി WCCയിലില്ല, ദീദി WCCയിലുണ്ട്. ഒരേ രീതിയിൽ 2 സംഘടനകളിലാകാം, അല്ലെങ്കിൽ 2 തരത്തിൽ ചിന്തിക്കുന്നവരുമാകാം. പക്ഷേ ഇത്തരം അടിസ്ഥാന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരേപോലെ ഈ വിഷയം ഒരു അതോറിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ 2 പേരോടാണ് ചോദിക്കുന്നത്. ആദ്യം ദീദി പറയട്ടെ. തീർച്ചയായിട്ടും നമ്മൾ അടിസ്ഥാനപരമായിട്ട് സ്ത്രീകൾ ആണ് എന്നുള്ളത് കൊണ്ടും സ്ത്രീക്കെതിരായിട്ടുള്ള തെറ്റ് കാണുമ്പോൾ ഒരേപോലെ തന്നെയാണ് നമ്മൾ റിയാക്ട് ചെയ്യാറുള്ളത്. അത് സംഘടന അങ്ങനെ ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതില്ല എന്ന് തോന്നുന്നു. എനിക്കതിൽ വേറെ ഞാൻ ചിന്തിക്കാത്ത പോലെ ഭാഗ്യലക്ഷ്മി ചിന്തിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തിനെ നമ്മൾ ഒരേ ടെമ്പറമെന്റിലാണ് അതിനെ നേരിടാറുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ലിബർട്ടി വേഴ്സിലേക്ക് വരുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി മറുപടി.
അതായത് ചെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു സംഘടനയിലും അംഗമല്ല. ഞാൻ പൂർണ്ണമായിട്ടും എല്ലാ സംഘടനകളിൽ നിന്നും രാജിവെച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി ഇതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കാര്യം പറയാനും നേടാനും ഉള്ള ഒരു പൊസിഷനിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞത് കൊണ്ട് എനിക്ക് ഒരു സംഘടനയുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. പക്ഷേ സാധാരണക്കാരായ പെൺകുട്ടികളുടെ കാര്യം അവിടെ ചെന്ന് അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും അതിനെ സ്വകാര്യമായി പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ പലപ്പോഴും സ്ത്രീകളും ബാധ്യസ്ഥരാവുന്ന ഒരു ചുറ്റുപാട് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളും പതുക്കെ ആ സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, നമ്മൾ ഈ നടിയെ ആക്രമിച്ച വിഷയത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തേണ്ടി വരുന്നു എന്നുള്ളതാണ്. സിനിമാ മേഖലയിലുള്ള ഒരു പെൺകുട്ടി നികേഷ് എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഒന്നുമില്ല, എന്റെ മോളിൽ കോവിഡ് ആയിട്ട് കിടക്കുന്ന ഒരു അത് ടെസ്റ്റ് എടുക്കാൻ ആൾക്കാർ, ഞാനൊന്ന് മോന് വേറെ ആരെങ്കിലും സംസാരിക്കും. ശ്രീ ലിബർട്ടി ബഷീർ, ഈ കള്ളപ്പണം, കഞ്ചാവ്, മയക്കുമരുന്ന്, അങ്ങനെ നിരവധി വിഷയങ്ങൾ മലയാള സിനിമയിലുണ്ട് അല്ലേ? ഒരു അധോലോകത്തിന്റെ നേച്ചറുള്ള ഒരു സംവിധാനമായി മലയാള സിനിമ മാറിയിരിക്കുന്നു. നമ്മൾ വെറും ഒരു കുറച്ച് ഏരിയയിൽ മാത്രം ചുരുങ്ങുന്നു. ഈ പറയുന്ന രീതിയിൽ ഒരു അതോറിറ്റിയൊക്കെ രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അത് സമഗ്രമാകണം. തീർച്ചയായിട്ടും നികേഷ്, അതിലേക്ക് ഞാൻ വരുന്നത്, തീർച്ചയായിട്ടും മലയാള സിനിമ നന്നാണെങ്കിൽ ഈ ഇരട്ടച്ചങ്കലിനുള്ള തീരുമാനം കട്ടയായിട്ട് തീരുമാനം എടുത്തിട്ട് മറ്റെല്ലാ തലപ്പത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റ് ടെക്നീഷ്യങ്ങളും മറന്നുകൊണ്ട് സ്വയമായിട്ട് ഗവൺമെന്റിന്റെ അധികാരം എത്തിച്ചാൽ ഇതിനൊരു മാറ്റം വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് അദ്ദേഹം തന്നെ ബുക്കാക്കി പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. ഇതേമാതിരി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് നിർദ്ദേശങ്ങളാണ്, അടൂർ ഗോപാലകൃഷ്ണന്റെ ഗവൺമെന്റിലേക്ക് നിർദ്ദേശമാണ് അന്ന് പ്രസിദ്ധപ്പെടുത്തിയത്. അതേ അനുഭവം തന്നെയാണ് ഹേമ കമ്മീഷൻ പ്രത്യേക നിർദ്ദേശം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ 3-അംഗ സമിതിയെ രൂപീകരിച്ചത്. അത് ശരിക്കും ഹേമ കമ്മീഷൻ ചെയ്യുന്ന റിപ്പോർട്ട് നിർദ്ദേശം തയ്യാറാക്കിയിട്ട് സമർപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഇവർ കൊടുത്ത ഞാൻ കൊടുത്തതോ അല്ലെങ്കിൽ അവര് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കാൻ കഴിയുന്നതല്ല എന്നാണ് സർക്കാർ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും അവർക്കുള്ള അനുഭവങ്ങളാണ് അവിടെ എഴുതിയിട്ടത്. ആ എഴുതിയിട്ട് പുറത്തു പറയണോ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തെടുക്കുന്ന ആർക്കും പറയും. ഞാൻ കൊടുത്ത റിപ്പോർട്ടിൽ ആരൊക്കെ ഇവിടുത്തെ പ്രഗത്ഭന്മാരെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പുറത്തുനിന്ന് എനിക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിലുള്ള നിർദ്ദേശം പുറത്ത്, അതിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശം എന്തൊക്കെ ഇനി പരിഹാരം കാണുന്നത്, അതിന് ചെയ്യാനുള്ള എന്തൊക്കെ ചെയ്യാനുള്ളത് നിർദ്ദേശം ഗവൺമെന്റിന് കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കാം. അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അത് ചെയ്തിട്ടില്ല ഇതുവരെ. അല്ലാണ്ട് ഗവൺമെന്റ് ഇത് റിപ്പോർട്ട് പുറത്തിറക്കണമെന്ന നിയമം ഈ രണ്ട് കമ്മീഷനും ഇല്ല. അത് സാധാരണ മറ്റേ ഈ വിദേശ കമ്മീഷനും മറ്റുള്ള കമ്മീഷനിലും അതല്ല ഈ രണ്ട് കമ്മീഷനും നിർദ്ദേശം തയ്യാറാക്കാൻ മാത്രം കൊടുത്ത ഒരു രണ്ട് കമ്മീഷനായത്. അത് എന്റെ നിയമപരമായിട്ട് വക്കീലിനോട് ചോദിക്കണം. ഞാൻ എന്റെ അറിയപ്പെട്ടിടത്തോളം ഈ രണ്ട് കമ്മീഷൻ അനുഭവം ഇതാണ് ഒരിക്കലും പുറത്തിറക്കത്തില്ല. പക്ഷെ നിർദ്ദേശങ്ങൾ പുറത്തിറക്കണം. അത് അടൂർ ഗോപാലകൃഷ്ണന്റെ റിപ്പോർട്ട് പുറത്തിറക്കി, ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് നിർദ്ദേശങ്ങൾ ഇതുവരെ പുറത്തിറക്കിയില്ല. ആ നിർദ്ദേശം ഇറക്കി നമുക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കാൻ കാരണം അത് ഈ കള്ളപ്പണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന ആക്ടിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. കള്ളപ്പണം ഇല്ലെങ്കിൽ മലയാള സിനിമയുണ്ടോ? കള്ളപ്പണം ഇല്ലെങ്കിൽ മലയാള സിനിമയില്ല. ആരും ഇങ്ങോട്ട് പിന്നെ സിനിമ ഉണ്ടാവില്ല. കള്ളപ്പണം ഇല്ല. ഇന്ത്യയിൽ ഒരു സിനിമ ഉണ്ടാവില്ല. മറ്റുള്ള സ്ഥലത്തുണ്ട്, പിന്നെ അമേരിക്കയിലും ലണ്ടനിലും ഉണ്ടാവും. ഇന്ത്യയിൽ സിനിമ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സമയത്ത് നിയന്ത്രിച്ചത് അതിന്റെ മാത്രമായി. അപ്പൊ ഇന്നും അന്നല്ല നടക്കുന്ന കള്ളപ്പണം തന്നെയാണ്. കള്ളപ്പണം ഇല്ലെങ്കിൽ ഇന്ത്യയിൽ സിനിമ ഉണ്ടാവില്ല, മലയാളത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ആക്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നിയമം നിർമ്മിച്ചത് അല്ലല്ല, ആക്ട് കൊണ്ട് ഗവൺമെന്റ് നേരിട്ടെടുക്കുക. ഒരാൾ നിരോധിക്കുന്നത്, ഇപ്പൊ അമ്മ എന്ന സംഘടന ആർട്ടിസ്റ്റ് നിരോധിച്ചാൽ അത് ഗവൺമെന്റിന് ഇടപെട്ടു. ഇന്ന് അമ്മ ആരെങ്കിലും നിരോധിച്ചാൽ അമ്മ തന്നെ ഇടപെടണം. നിരോധിച്ചാൽ ഫെഫ്കെന്ന് ഇടപെടണം. ഗവൺമെന്റ് ഇടപെടാൻ പറ്റില്ല എന്ന് ഗവൺമെന്റ് അപ്പൊ അവര് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഗവൺമെന്റിന് ഇടപെടണമെങ്കിൽ അതിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ആ നിർദ്ദേശങ്ങളല്ലോ. ഈ നിർദ്ദേശം ഹേമ കമ്മീഷൻ വന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ആ നിർദ്ദേശം വായിച്ചല്ല പറയാൻ പറ്റും. അടൂർ ഗോപാലകൃഷ്ണൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ അധികാരങ്ങളും ഗവൺമെന്റ് വേണം. അപ്പോൾ ചേംബറിൽ വില ഉണ്ടാവില്ല, ചേംബർ ഉണ്ടാവില്ല. സിനിമയുടെ രജിസ്ട്രേഷൻ തിയേറ്ററിൽ ഗവൺമെന്റിലേക്ക് മാറും. മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ പേയ്മെന്റ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവിടെ പരാതിപ്പെടാം. ഒരാളെ നിരോധിച്ചാൽ, ബാൻ ചെയ്താൽ അവിടെ ഗവൺമെന്റ് നിരോധിക്കാം. അത് അതിന് ആരൊക്കെ വഴിമുടക്കി നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിലാക്കിയാൽ മതി. ശരി, ഞാൻ നേരത്തെ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഞാൻ താങ്കളോട് നേരത്തെ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമതും താങ്കളിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ
വക്കീലന്മാർക്കിടയിലാണ് ഒരു പെൺകുട്ടി ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ കടന്നൽ കൂടിളകിയതുപോലെ ഇളകുമായിരുന്നു. മാധ്യമപ്രവർത്തകർക്കിടയിൽ നിന്നാണെങ്കിലും കടന്നൽ കൂട് എല്ലാ മേഖലയിലും ആ ഒരു ഐക്യദാർഢ്യമുണ്ട്. എന്തേ മലയാള സിനിമയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ട് മഹാഭൂരിപക്ഷവും മറുവശത്തായി പോയത്? നികേഷ്, അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. മാധ്യമ രംഗത്താണെങ്കിലും അഡ്വക്കേറ്റ്സിന്റെ ആണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. അത് സിനിമയിൽ മാത്രമൊന്നും അല്ല. ഞാൻ ഒരിക്കലും സമ്മതിച്ചു തരില്ല. ഞാനും ഒരുപാട് ഇന്റേണൽ കമ്മിറ്റിയിലുള്ള ആളാണ്. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വ്യക്തമാണ്. അത് സിനിമയുമായിട്ടല്ല, മറ്റു പല സ്ഥാപനങ്ങളുടെ ഇന്റേണൽ കമ്മിറ്റിയിൽ ഞാനുണ്ട്. ഞാൻ പലപ്പോഴും അവിടെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, സ്ത്രീ എന്ന് പറയുന്നവൾ മുന്നോട്ട് വന്ന് അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും അവൾ ഒതുക്കപ്പെടുക തന്നെ ചെയ്യും. അത് നമ്മുടെ നാടിന്റെ ഒരു ശാപമാണത്. രാജ്യത്തിന്റെ എന്ന് പറയാൻ എനിക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല. നമ്മുടെ നാടിന്റെ ഒരു ശാപമാണ്. അതിപ്പോ അഡ്വക്കേറ്റ് ആണെങ്കിലും ശരി, അല്ല മറ്റേത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും സ്ത്രീയെ എപ്പോഴും ഒതുക്കി നിർത്തും. അവളെപ്പോഴും അടങ്ങി പോകണം, അവൾ പുറത്തു പറയരുത്. അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലും അല്ല. നടിയെ ആക്രമിച്ച കേസൊന്നും നമ്മളത് കണ്ടതല്ലേ. അതൊന്നും ഏതാണ്ട് ഒരു നിർഭയയുടെ അതേ അവസ്ഥയിൽ കൂടെ തന്നെയല്ലേ അവര് കടന്നുപോയത്? തീർച്ചയായിട്ടും ഞാൻ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന്. സ്ത്രീകളായിരുന്നു അവർക്കെതിരെ ഏറ്റവും അധികം സംസാരിച്ചത് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സങ്കടം. വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരല്ലേ അവളോടൊപ്പം നിന്നുള്ളൂ, വിരലിൽ എണ്ണാവുന്നവർ. അല്ല, അതാണ് അത്ഭുതത്തോടു കൂടി ഞാൻ അങ്ങയോട് ചോദിച്ചത്. അതെ, അതിൽ യാതൊരു അത്ഭുതവും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഈ മേഖല, അങ്ങനെയാണ്. അവിടെ ഒരു പക്ഷേ എതിർത്ത് അല്ലെങ്കിൽ അവളോടൊപ്പം നിന്നാൽ അവളോടൊപ്പം അല്ലേ എന്നാ അവള് തന്നെ സിനിമ ഉണ്ടാക്കി തരും, പോയി സിനിമ ചെയ്യേ എന്ന് പറയുന്ന രംഗമാണിത്. അല്ല, അതാ ഞാൻ നേരത്തെ ദീദിയോടും ശ്രീമതി ഭാഗ്യലക്ഷ്മിയോടും ചോദിച്ചത്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ രണ്ട് സംഘടനകളായിരിക്കും, ഒരേപോലെ ഒരു വിഷയം ഉയർത്താൻ കഴിയുന്നുണ്ടോ എന്ന്. അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ. ഞാൻ ഒറ്റയാളാണ്. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു സംഘടനയും വെച്ചുകൊണ്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ ഞാൻ വ്യക്തിപരമായി അത് സംഘടനയുടെ ആളുകളുമായിട്ട്, ഇപ്പൊ ഞാൻ സംഘടനയിൽ ഇല്ലെങ്കിൽ പോലും അവരോട് വിളിച്ചത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ, അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ പരിഹരിക്കണം. ഇപ്പൊ എൻ്റെ ഡബ്ബിംഗ് സംഘടന, ഈവൻ ഞാൻ ഡബ്ബിംഗ് സംഘടനയിൽ നിന്ന് പോലും രാജിവെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും ഡബ്ബിംഗ് സംഘടനയുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഇപ്പോഴും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അതിന് ഇടപെടാറുണ്ട്. ആ ഇടപെടാനുള്ളൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എനിക്ക് തന്നിട്ടുള്ളത് കൊണ്ട്. പക്ഷെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറ്റൂല. തീരുമാനം ഉണ്ടാക്കേണ്ടവർ തീരുമാനം ഉണ്ടാക്കില്ല. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. അഡ്വക്കേറ്റ് ഹരീഷ് വാസൻ, നിർഭയക്ക് ശേഷമാണ് അതേ സമാനമായിട്ടുള്ള ഒരു ദുരന്തമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു സിനിമാ നടിക്ക് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇന്റേണൽ കംപ്ലൈൻറ്റ് സെല്ല് പോലും ഉണ്ടാക്കാൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് പിഴവ്? പിഴവ് നമ്മുടെ അടിസ്ഥാന സമൂഹത്തിന്റെ ഇവിടെ മുതൽ, ധാർമ്മികതയുടെ നിലവാരം മുതൽ, നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന നേതാക്കളുടെ നിലവാരം മുതൽ ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മൊത്തത്തിലുള്ള പിഴവുണ്ട്. അതോടൊപ്പം വളരെ സ്പെസിഫിക് ആയിട്ട് ഈ വില്ലൻ വേഷം എടുക്കുന്ന അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ സമ്പത്തിന്റെ, അധികാരത്തിന്റെ ഒക്കെ കേന്ദ്രീകരണമുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിനോടുള്ള എന്തെങ്കിലും ഭയങ്കരമായ സ്നേഹം കൊണ്ടാണ് ആളുകൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഈ നാടകം കളിക്കുന്നത്. കയ്യിലുള്ള പൈസ കണ്ടിട്ടാണ്. ഇനിയും ദിലീപ് പുറത്തു വന്നാൽ എടുക്കാൻ പോകുന്ന സിനിമകളിൽ കിട്ടാൻ പോകുന്ന വേഷങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കരച്ചിലും പിഴിച്ചിലും അല്ലെങ്കിൽ പായ വിരിക്കലും ഇങ്ങനെയുള്ള നാടകങ്ങൾ മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നടന്മാർ അവര് മഹാനടന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ ICC നടപ്പാക്കാതെ
അവർ വന്നിട്ട് അവളോടൊപ്പം എന്ന് സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് ലൈക്ക് ചെയ്യാൻ കേരളത്തിൽ 40,000 പേരുണ്ട്. ഇന്നിപ്പോ വളരെ പച്ചക്കല്ലേ നമ്മുടെ പാർവതി ചോദിച്ചത്, സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിങ്ങൾ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി രൂപീകരിച്ചിട്ടല്ലേ ഈ നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്? അതില്ലാത്ത ആളുകൾ നടത്തുന്ന അഭിനയത്തിലും അതിന് കൊടുക്കേണ്ട അവാർഡ്. സത്യത്തിൽ കേരളത്തിൽ ഒരു ജനകീയമായ അവാർഡ് കമ്മിറ്റി രൂപീകരിച്ച് ഈ വർഷം മോഹൻലാലിന് ഒരു അവാർഡ് കൊടുത്താൽ എന്താണെന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പൊ നടത്തിയ അഭിനയമാണ് ഇതുവരെ നടത്തിയ അഭിനയത്തെക്കാളൊക്കെ ഏറ്റവും വലുത്. അത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഞാൻ പറയല്ല, സ്വന്തമായി 100 കോടിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ള ഒരു സ്ഥലത്ത് ഒരാൾ വന്നിട്ട് ഞാൻ ഇരയോടൊപ്പം എന്ന് പറയുമ്പോൾ കേരളത്തിൽ കൈയടിക്കാൻ ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്, മലയാളിയുടെ മനസാക്ഷി ഇരട്ടത്താപ്പുള്ള മനസാക്ഷിയാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ഇരയുടെ കൂടെ നിന്ന് കൈയടിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലെ പ്രതി കുറ്റക്കാരനായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നാളെ വരുമ്പോൾ അയാൾ സിനിമ എടുത്താൽ അയാളുടെ സിനിമയ്ക്ക് പോയി കൈയടിക്കും, അയാളുടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയി കൈയടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി നടപ്പാക്കാത്ത ഒരു നടൻ അവളോടൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുമ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യും. ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പുള്ള സമൂഹമാണ് മലയാളിയുടേത് എന്നുള്ളതിന്റെ റിഫ്ലക്ഷനാണ് നമ്മളെ നയിക്കുന്ന ആളുകൾക്കുള്ളത്, നമ്മുടെ നേതാക്കൾക്കുള്ളത്. ദൗർഭാഗ്യവശാൽ നികേഷ്, ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇതിനെ കുറച്ചുകൂടി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹമായി നിലനിർത്താൻ, ഇവിടെ ഒരു റൂൾ ഓഫ് ലോ ഉണ്ട് എന്ന് പറയാൻ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് ഈ സമൂഹത്തെക്കാൾ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉള്ള ആളുകളാണ്. അവരാണ് എല്ലാ കാലത്തും ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഈ സമൂഹത്തിന്റെ ക്രെഡിബിലിറ്റിയും ക്രെഡൻഷ്യൽസും ക്വാളിറ്റിയും വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന നിലയ്ക്ക് കാണാവുന്ന ആളുകളാണ് ഈ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർമാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇവിടെ ലൈംഗിക നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിംഗനീതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അവിടെ ഞാൻ പറയുന്നു, അക്കമിട്ട് പറയേണ്ട ഒരു കാര്യം, റിപ്പോർട്ടർ ചാനൽ നടത്തുന്ന പോലൊരു ചർച്ച കേരളത്തിലെ എത്ര ചാനലുകൾ വളരെ ഓപ്പണായി നടത്താൻ തയ്യാറാവും, എത്ര മീഡിയ ഹൗസസ് തയ്യാറാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊക്കെ നഷ്ടപ്പെടാനുണ്ട്, നിക്ഷേപമുണ്ട്. അപ്പൊ വലിയ തോതിലുള്ള ആളുകളെ പിണക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ എണ്ണി ഞാൻ പറയുന്നു, മോഹൻലാലിന്റെ പേര് എടുത്തിട്ടല്ലേ ഞാൻ പറഞ്ഞത്, 100 കോടിയുടെ സിനിമ നിർമ്മിക്കുന്നത് മാത്രമല്ല വിജയം എന്ന് പറയുന്നത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അവനവന്റെ സിനിമയിൽ നടപ്പാക്കലാണ്. അപ്പൊ എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിനെ നിരന്തരമായി ചോദ്യം ചെയ്യണം. സ്ത്രീകൾ, ജിഷ സംഭവം നികേഷ് ഓർക്കുന്നില്ലേ? ഞാൻ ആ ഫ്ലോറിൽ വന്നിരുന്ന് ചർച്ച ചെയ്തതാണ്. നമ്മൾ UDFന്റെ വലിയ ആഘാതത്തിന് വഴിവെച്ചിട്ടുള്ള ജിഷ സംഭവം വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ ലിംഗനീതി ഉറപ്പാക്കും, ലിംഗനീതിക്ക് വേണ്ടി ഒരു സർക്കാർ നിലവിൽ വരും. 2016 സർക്കാർ അതായിരുന്നു. 2021 വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ലിംഗനീതിയെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. അപ്പൊ സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ പാലം കടക്കുവോളം നാരായണ, അത് കഴിയുമ്പോൾ കൂരായണ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബ്ലഡിലുള്ള ഒരു സംഗതിയാണ്. അതിനെ നിരന്തരമായി പ്രതിരോധത്തിലൂടെ, തുറന്നു കാട്ടപ്പെടുന്നതിലൂടെ, ആളുകളുടെ മുമ്പിൽ വിവസ്ത്രമാക്കപ്പെടുന്നതിലൂടെയാണ് നമ്മൾ ഈ സർക്കാരുകളെ ഈ പണി ചെയ്യിപ്പിക്കാൻ നിരന്തരമായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച ഉദ്ദേശിച്ചകൾ. അഡ്വക്കേറ്റ് ഹരീഷ് വാസവൻ, വളരെ നന്ദി എഡിറ്റേഴ്സ് അവറിൽ സഹകരിച്ചതിന്. ഭാഗ്യലക്ഷ്മി, ദീദി ദാമോദരൻ, ഒപ്പം തന്നെ ശ്രീ ലിബർട്ടി ബഷീർ, നന്ദി എഡിറ്റേഴ്സ് അവറിൽ സഹകരിച്ചു. നമസ്കാരം.